ഇന്ന് രാത്രിയില് ഈ സ്ഥലത്തെത്തി കർത്താവിനെ സാക്ഷിപ്പാൻ ഇങ്ങനെ സന്ദർഭം ദൈവത്താൽ ലഭിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെടുത്തുകളാണ്. ഒന്നുകൂടെ വായിച്ചു, മിക്കവാറും ഇത് തന്നെ നടക്കുകയുള്ളു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. നമുക്ക് യോഗ എപ്പോഴാ പ്രസംഗം നിർത്തണ്ടേ? 9. ഇപ്പൊ എന്തുവായി സമയം? വായിച്ചത് 8:45. അപ്പം ആ വാക്യത്തിന്റെ ഒടുവിൽ അടുത്ത് ചെല്ലാനാ, അടുത്ത് വരിക. അപ്പം സഹോദരിമാരില്ല ഒന്ന് എഴുന്നേറ്റ് ചുരുൾ അടുത്ത് വരാൻ ഒന്ന് എഴുന്നേക്കാം. പുറകെ വരുന്നവർ ബുദ്ധിമുട്ട് ചൂട് ഒന്ന് കയറിയിരിക്കുകയാണെങ്കിലേ ഇനിയും നിങ്ങളൊന്ന് അപേക്ഷിക്കുക, കൽപ്പിക്കുകയല്ല. തീരെ വയ്യാത്തവർ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്കറിയാം ഇന്ന ആൾക്കാർക്കൊക്കെ വയ്യാഴിയുള്ളവരാണ്. അല്ലാത്തവർ മുന്നോട്ടൊന്ന് കയറിയിരിക്കുകയാണ്. ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളുടെ അനുസരണത്തിനും സഹകരണത്തിനും നന്ദി. ദൈവം സഹോദരന്മാരും ഔവണ്ണം ഒന്ന് ചെയ്യുകയാണെങ്കിൽ കൽപ്പിക്കുകയല്ല, ഒന്ന് അപേക്ഷിക്കുക. മഴയല്ലേ, അപ്പം വരുന്നവർക്ക് ഇനിയും വരുന്നവർ തിരിച്ചു പോകേണ്ടവർ വന്ന് പുറകെ കസാര കിടക്കുമ്പോൾ അവിടോട്ട് ഇരിക്കാമല്ലോ. 9:30 വരെയോ? എന്നാ 9:30 വരെ ഇരിക്കാം, കുഴപ്പമില്ല, നമുക്ക് സാക്ഷ്യമുണ്ട്. അല്ല, നമ്മുടെ ജബി പറഞ്ഞ 9:00 ഞാൻ 9:00 എടുത്ത അവർ പിന്നെ ആട്ടെ. നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കാലാവസ്ഥയുടെ പ്രതികൂലത്തിലും ഇത്രയും പേർക്ക് ഇവിടെ വന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങൾക്കെല്ലാം നന്ദി ചൊല്ലുന്നു. ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ ശിവപാസ്റ്ററോട് പറഞ്ഞു, മഴയായതുകൊണ്ട് മിക്കവാറും ആരും കാണുകയല്ലെന്നാ തോന്നുന്നു. ഞാൻ മാനുഷികമായി ചിന്തിച്ചു. പക്ഷേ ദൈവത്താൽ ഇങ്ങനെ ഈ യോഗം ക്രമീകൃതമായതോർത്ത് ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അമ്മച്ചി മുന്നിൽ ഇരിക്കുന്നത് തന്നെ ഒരഴകാ. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയുടെ പേരെന്തോ? ഓമന തന്നെ അവിടെ ഇരുന്നു. ദൈവത്തിന് മഹത്വം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെടുത്തുകളാണ്. ഇത് തന്നെ ഇന്ന് നടക്കുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ നമുക്കൊരു മഹാപുരോഹിതനും ഉള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവര് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഇന്ന് രാത്രി അകന്ന് നിൽക്കുന്നവരെല്ലാം അടുത്ത് വരണം. ദൈവത്തോടും ദൈവസഭയോടും ദൈവിക കൂട്ടായ്മയോടും ദൈവ പ്രമാണത്തോട് അകന്ന് നിൽക്കുന്ന സകല ആൾക്കാരും ഇന്ന് രാത്രി അടുത്ത് വരണം. അതിനായി ഈ യോഗം ദൈവം അതിന് കൃപ ചെയ്യുമാറാകട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലാണ് നമ്മൾ വായിച്ചത്. എപ്പോഴും പറയാറുള്ളത് പോലെ 1-2 കാര്യങ്ങൾ പ്രാരംഭത്തിൽ പറയാം. ഈ വേറെ പുസ്തകം, ഇതുപോലെ ഒരു പുസ്തകം വേറെ ഇല്ല. പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോന്നോരോന്ന് ഇറക്കുക, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. ആര് പരിശ്രമിച്ചാലും നടക്കുന്ന കേസല്ല. കാരണം ഇതിൻ്റെ പേര് തന്നെ സത്യവേദ പുസ്തകമെന്ന് എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യവേദം. ഇത് പിരിച്ചെഴുതണം. എങ്ങനാ? സത്യവേദ പുസ്തകം പിരിച്ചെഴുത്. വായിക്കുന്ന ആൾ തന്നെ പിരിച്ചെഴുത്. പുസ്തകം പിരിക്കാനല്ല, സത്യം വേദം അധികം പുസ്തകം. ഞാനങ്ങ് ഒന്നുകൂടെ അങ്ങ് പിരിക്കുക. സത്യം അധികം വേദം അധികം പുസ്തകം കൂട്ടി അങ്ങ് വായിച്ച
സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ ഇത് മാത്രമാ സത്യവേദം. മറ്റേ പലതും ഊഹാഭോഗവും അമ്മുമ്മക്കഥയും കിഴവിക്കഥയും കെട്ടുകഥയും ഓരോരുത്തരുടെ മനസ്സിൽ മുളച്ചു വന്ന ആശയങ്ങളൊക്കെ. എന്നാൽ ഇതങ്ങനല്ല, ഇത് സത്യമായ കാര്യമാണ്. ആകാശവും ഭൂമിയൊക്കെ മാറിയാലും ഈ പുസ്തകത്തിലെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. നമ്മളെ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഞാനും ചൊല്ലിയിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം പലർക്കും. 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. അപ്പൊ അതങ്ങനെ അതിന്റെ കണക്ക് അത് ഇച്ചിരിയൊക്കെ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. എന്നാൽ ഈ വേദമാണ് സത്യവേദം. ഇത് ദൈവാത്മ നിയോഗം പ്രാപിച്ച് 140 എഴുത്തുകാര് ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ആരും തമ്മിൽ കണ്ടില്ലെന്നുള്ളതാ ഇവരെഴുതിയതാ. പക്ഷെ എഴുതി വന്നപ്പം ഇത് കൃത്യം ഒത്തെന്നുള്ളതാ. മറ്റ് പുസ്തകമെല്ലാം ആരെങ്കിലും ഒരാളിരുന്ന് എഴുതിയതാ, മണിക്കൂറുകൾ എടുത്ത് ഇരുന്ന് എഴുതിയതാ. നമ്മുടെ ഇടയിലും അങ്ങനെ എഴുതിയ ഒരാളുണ്ട്, നമ്മുടെ മഹാകവി സൈമൺ സാറ്, ആറന്മുള വേദവികാരം. പുള്ളി തന്നെ എഴുതിയതാ. അത് പുള്ളി കുന്നമ്പുറത്ത് വീട്ടിൽ ഇരുന്ന് എഴുതിയതാ, ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിയതാ. വളരെ നല്ലതുമാണ്. അതിലെ ചില ഭാഗങ്ങളൊക്കെ സാധാരണക്കാർക്ക് ചിലപ്പോൾ ചൊല്ലിപ്പിടിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് ചൊല്ലുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പുള്ളി ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിയതാ. പിന്നെ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ പല കാര്യം എഴുതി. അത് എന്നെ പണ്ട് മലയാളം പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു, പാപ്പൻ സാറ്. അപ്പം അദ്ദേഹം പറഞ്ഞുള്ള അറിവാ, തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. പാപ്പൻ സാറ് പറഞ്ഞത് കടമെടുത്ത കിളിയെ കൊണ്ട് പോലും പറയിപ്പിച്ച്, കിളിയ തത്ത. അപ്പം അതിന് പഴയ ആൾക്കാർ പറഞ്ഞത്, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അറം പറ്റും. അങ്ങനൊരു അറം പറ്റും. ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് അറം പറ്റും. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് അറം പറ്റാതിരിക്കാൻ പുള്ളി തത്തയെ കൊണ്ട് തത്ത അങ്ങ് പറഞ്ഞേക്കാം, അറം പറ്റുക. അതിലും തത്തയുടെ തല. വേറൊരാളെ പറ്റി കൊടുത്തിരിക്കുന്നത്, പുള്ളി ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു, അവസാനം അത് പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന പറയുന്നത്. പാണ്ടൻ നായിയുടെ പല്ലിന് ശൗചം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പിന്നെ ഞാൻ ആ വരി മറന്നുപോയി. എന്താ സ്റ്റേജിൽ വിളിച്ചിരുത്തേൻ്റെ ഗുണം കണ്ടോ? ഇവിടെ തന്നെ ഇരുത്തേൻ്റെ ഗുണം കണ്ടോ? അതാ പണ്ട് ഇവരൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയും. പാണ്ടൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നു. പട്ടി ഒരു പുലിയെ കയറി കടിച്ചത് പുള്ളി കണ്ടെന്ന്. പട്ടി പുലിയെ കയറി കടിക്കുവോ? കടിച്ചത് ഇപ്പുള്ളി അടുത്ത് നിന്ന് കാണുവോ? അതുകൊണ്ട് പഴയ ആൾക്കാർ പറഞ്ഞ അത് ജീവിതത്തിൽ സംഭവിച്ചു പോലുവെന്ന്, അറം പറ്റിയെന്ന്. അതുകൊണ്ട് ബുദ്ധിമാന്മാരാകുന്ന പലരും നേരിട്ട് പറയത്തില്ല, ആരെ കൊണ്ടെങ്കിലുമൊക്കെ പറയിപ്പിക്കും. നമ്മുടെ ആൾക്കാർ ചില ഞൊണയും കൊതിയും പറയില്ലേ, ഞാനല്ല പറഞ്ഞത്, ഇത് തെക്കേത്തുണ്ടിയിലെ തോമാച്ചനാ പറഞ്ഞത്. ആണ് തല പോകുക, അവൻ്റെ തല മനസ്സിലായി കാണുകയല്ല. അപ്പൊ ഇത് പറഞ്ഞു വന്നതിൻ്റെ സാരം, ഈ പുസ്തകം പലയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇരുന്ന് ഏതാണ്ട് 10-40 എഴുത്തുകാര് 1600 ശിഷ്ടം വർഷങ്ങൾ കൊണ്ടാണ് എഴുതിയത്. അല്ല, എല്ലാവരും ഒരു മുറിക്കകത്തിരുന്ന് ആലോചിച്ചെഴുതുകയല്ലായിരുന്നു. രാജാക്കന്മാര് ഇത് എഴുതിയിട്ടുണ്ട്, ഡോക്ടർമാര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, മത്സ്യം പിടിക്കുന്ന ധീവരര് അവര് എഴുതിയിട്ടുണ്ട്, ഭരണതന്ത്രജ്ഞന്മാര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരൊക്കെ എഴുതിയ പുസ്തകം ഇതിനകത്തുണ്ട്.
അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് പലരാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. പക്ഷേ എഴുതി അത് എല്ലാം ക്രമപ്പെടുത്തി വന്നപ്പോൾ ഒറ്റ റൂട്ടിലായിരിക്കുന്നത്. കാരണം ഇത് ദൈവാത്മ നിയോഗം പ്രാപിച്ചെഴുതിയതാണ്. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ഇത് എടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. സ്തോത്രം. ഒന്നും പറഞ്ഞില്ലേലും ഞായറാഴ്ച ആണെങ്കിലും ശനിയാഴ്ച ആണെങ്കിലും ഇതും എടുത്തുകൊണ്ട് നെടുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ദൈവത്തിന് മഹത്വം. ഇത് നിന്റെ വീട്ടിൽ വന്നതാണ് നിന്റെ വീടിന് ഗുണം വന്നത്. ഇത് ഈ ദേശത്ത് ഉയർത്തപ്പെട്ടാൽ ദേശത്തിൻ്റെ മുഖച്ഛായ മാറും. ഇതൊരു വ്യക്തി എടുത്താൽ ആ വ്യക്തിയുടെ സ്ഥിതിക്ക് മാറ്റം വരും, വന്നിട്ടുണ്ട്, ഇനിയും വരും. ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. ഇതെൻ്റെ വ്യവസ്ഥയോടും ചിട്ടയോടും കൊണ്ടുപോയാൽ നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പുസ്തകം നമ്മുടെ അടുക്കൽ വന്നത് നമുക്ക് ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇത് വായിച്ചത് കൊണ്ടാണ് നമുക്ക് പലർക്കും വിവരം ഉണ്ടായത്. എന്നിട്ടും വേണ്ട വിധത്തിൽ വിവരം പലർക്കും ഇല്ല. എന്നാലും ഉള്ള വിവരം ആകട്ടെ, ഇത്രയിലും ഒത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. അതല്ല ഈ പുസ്തകം വന്നത് കൊണ്ടാണ്. ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം രക്ഷ. പ്രതിപാദ്യ പുരുഷൻ കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണല്ലേ പ്രതിപാദ്യ വിഷയം. ഈ പുസ്തകം അതിൻ്റെ പരുവത്തോടെ മാറോട് ചേർത്ത് കൊണ്ട് പിടിച്ച് നടന്നാൽ അത് തന്നെ വലിയ അനുഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ചിലർ ഈ പുസ്തകമായിട്ട് ഇതെങ്ങനെ പിടിക്കുന്നെന്ന് പോലും ചിലർക്ക് അറിയത്തില്ല. ഞാൻ പൊതുവിലൊന്നും പറയുന്നില്ല. ചില ആൾക്കാർ ഈ പുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ട പണ്ട് കോഴിക്കാരൻ വരുന്നത് പോലെ, കോഴിക്കാരൻ്റെ ഒരു ബാഗുണ്ട് കയ്യിൽ, അതെവിടെ ഇരിക്കുന്നതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല പൊതുവിൽ. അതുപോലെ ചിലർ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനല്ല, ഇത് മാറോട് ചേർത്ത് പിടിക്കണം. എന്നാൽ വേറെ പുസ്തകം പിടിച്ചുകൊണ്ട് വേറൊരാൾ പോയത് നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചതാണ്. കൂട്ടുകാരനെ കാണാനായിട്ട് കൂട്ടുകാരൻ പോയി. അപ്പം അങ്ങേരുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നെന്ന വാര്യര് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം പുള്ളി എവിടെ പിടിച്ചുകൊണ്ട് പോയെന്നും വാര്യര് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല, രാമപുരത്ത് വാര്യര് പറഞ്ഞതാണ്. പിന്നെ പാഠം പഠിച്ചത് കൊണ്ട് ഓർമ്മയിലിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം ആറന്മുളയോട് അടുത്ത് ഉള്ള ഭാഗമായതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്കറിയാം. കൂട്ടുകാരനെ കാണാൻ പോയത്. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകമും, മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, രണ്ടും കൂടി കക്ഷത്തിങ്കൽ. ഏരിയയിലൊന്നും പള്ളിക്കൂടം ഇല്ലായിരുന്നു തോന്നുന്നു. കുഞ്ഞിലെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം അത് എങ്ങനെയാ കൊണ്ടുപോയത്, എങ്ങനെയാ പിടിച്ചതെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് മാറോട് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയാൽ നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം. ഇത് ചെന്ന് കയറിയ ദേശത്തിന് വെളിച്ചവും വെട്ടവും വന്നത് ഈ പുസ്തകം വന്നത് കൊണ്ടാണ്. ആ ഭാഗത്തേക്കൊന്നും ഇന്ന് രാത്രി പോകുന്നില്ല. പിന്നാലെയുള്ള ദിവസങ്ങൾ അവർ ആ കാര്യങ്ങൾ പറയും. ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അങ്ങനെയുള്ള ഈ 66 പുസ്തകം അടങ്ങിയതാണ് ഈ സത്യവേദ പുസ്തകം. അതിൽ പ്രധാനപ്പെട്ട പുതിയ നിയമത്തിലെ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ഇത് പെന്തിക്കോസുകാർക്കും മറ്റ് വേദപുസ്തകം പഠിക്കുന്ന ധ്യാനിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവരുടെ അറിവിനാണ് ഇത് പറയുന്നത്. അവരെയും കൂടെ ഉന്നം വെച്ചാന്നല്ലോ യോഗം നടത്തുന്നത്. നമുക്ക് വേണ്ടി മാത്രമാണ് സഭാഗോളിൽ നടത്തിയാൽ മതി. ഇത് മറ്റുള്ളവരും ഇത് അറിയണം. വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ഒക്കെ അവനവൻ്റെ ഇഷ്ടം. പക്ഷേ ഇത് അറിയിക്കുക, പറയുക എന്നുള്ളത് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. നിർബന്ധിച്ചും സമ്മർദ്ദം ചെലുത്തിയൊന്നുമല്ല ഇത് ഒരാളെ പരമേൽപ്പിക്കേണ്ടത്. അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇത് കാര്യങ്ങൾ പറഞ്ഞു തരണം. പറയാതെ അങ്ങനെ കേൾക്കും, കേൾക്കാതെ അങ്ങനെ വിശ്വസിക്കും. അപ്പം അതുകൊണ്ടാണ് ഇത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇത് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ വിശേഷിച്ച് ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം.
ആ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെഴുത്തുകളാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇവിടെ വായിച്ച് കേട്ടത്. എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം പ്രതിപാദ്യ പുരുഷൻ കർത്താവായ യേശു ക്രിസ്തു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറെ നല്ലത് എന്നൊരു പദമാണ്. ഏറെ നല്ലത്. എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതത്തിൽ നിന്ന് ഈ മാർഗത്തിൽ ക്രിസ്തു മാർഗത്തിൽ വന്നവരാ. ലോകത്തിലെ പ്രധാനപ്പെട്ട മതമാണ് യഹൂദ മതം. ധാരാളം ആൾക്കാരില്ലെങ്കിലും അവർക്ക് വിശേഷതകൾ ധാരാളമുണ്ട്. ആ യഹൂദ ജാതി. അപ്പോൾ ആ യഹൂദ മതത്തിൽ നിന്ന് സിംഹഭാഗം ആൾക്കാരും ഈ ക്രിസ്തു മാർഗത്തിൽ വന്നു. അപ്പോൾ അങ്ങനെ ഇവർ ക്രിസ്തു മാർഗത്തിൽ വന്ന് യേശുവിനെ ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും മുൻപോട്ട് വന്നു എങ്കിലും ഇടക്കാലത്ത് ഇവർക്കൊരു ചിന്ത വന്നു. ഞങ്ങള് ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ച് വിട്ടുപോയതെല്ലാം അബദ്ധമായോ മണ്ടത്തരമായോ, വിട്ടേച്ച് പോകുന്നത് പോഷത്വമാണോ എന്നൊരു ചിന്ത അകത്ത് കയറി. ആ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവരിൽ പലർക്കും ക്ഷീണമുണ്ടായി. അങ്ങനെ ക്ഷീണിച്ച് വശപ്പെട്ട് നിരാശാഭരിതരായിരിക്കുന്ന എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചും ധൈര്യപ്പെടുത്തിയും നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ അവരോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമൊന്നുമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചത് ആമൻ പോഷത്വമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. ഏറെ നല്ലത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് നിരാശയും ഭാരവും ഒന്നും ദൈവമക്കൾക്ക് തോന്നരുത്. സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കണം. ദൈവത്തിന് മഹത്വം. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ. ിൽ അപ്പൊ ശ്രദ്ധിക്കുക, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ, എല്ലാവരിലും ശ്രേഷ്ഠൻ കർത്താവായ യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് തെളിയിക്കുക. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അഹറോനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് പുരോഹിത വൃന്ദങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഏറ്റവും ശ്രേഷ്ഠനായ ഉന്നതനായ യേശു ക്രിസ്തു. അതാണ് എബ്രായ ലേഖനത്തിൽ ആമേൻ പൗലോസ് തെളിയിക്കുന്നത്. ഇതുപോലെ ശ്രേഷ്ഠനായ ഉന്നതനായ മഹിമയുള്ള മഹത്വമുള്ള ഒരുവനില്ല. ആർക്കും സേവിക്കുവാനും ആർക്കും അനുഗമിക്കുവാനും ആരാധിക്കുവാനും പിൻഗമിക്കുവാനും പിൻചെല്ലുവാനും ആമേൻ പറ്റുന്നവനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. ഞാൻ എപ്പോഴും പറയും, ആർക്കും യേശുവിൻ്റെ അടുക്ക വരാം.
ഏത് സമയത്തും യേശുവിൻ്റെ അടുക്ക വരാം. വേറെ പല സ്ഥലങ്ങളിൽ പലരെയും കാണാൻ പോകണമെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ഒന്നും ഒക്കത്തില്ല. തന്നെയല്ല, എല്ലാവർക്കും എല്ലായിടത്തും പോകാനും ഒക്കത്തില്ല. ചിലരെ ചില ഇടങ്ങളിൽ കയറ്റുകയില്ല, ചിലരെ ചില ഇടങ്ങളിൽ കയറുമെന്നും പറഞ്ഞ് വെളിയിൽ കൂടെ ഒക്കെ പാടി നടക്കുന്നുണ്ട്. സ്തോത്രം. ഞാനവിടെ കയറും, അവിടെ പോകും, മിക്കവാറും അവരൊന്നും കയറ്റുകയില്ല, അവിടെ പോകാനും ഒക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന് കുഴപ്പമില്ല. ഇന്നേ ഈ യോഗം തുടങ്ങുകയല്ലേ, അപ്പം തുടങ്ങുന്ന ദിവസമാകുമ്പോൾ ഇങ്ങനെ പല അപാകതകളൊക്കെ വരും. തന്നെയെല്ലാം മഴ. അപ്പം ഇത് നാളെയും മറ്റന്നാൾ ഇതെല്ലാം അതിൻ്റെ ഓർഡറിൽ പോകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ ഇന്നുകൊണ്ട് യോഗം തീരുമെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. വെള്ളി, ശനി, ഞായർ. അപ്പം ഒടുവിലത്തെ ദിവസം ഞാൻ അപ്പം പുള്ളി പിന്നത് ഞായറും നിങ്ങളും ചൊവ്വായും ആക്കിയതാണ്. അത് കുഴപ്പമില്ല. ഇന്നിപ്പം ഒരു ദിവസം പശുവിനെ വഴി കെട്ടാന്ന്. ഇന്നിപ്പം വഴി കെട്ടാം. നാളെയും മറ്റന്നാളും അത് അതിൻ്റെ ഓർഡറിൽ പോട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പം ശ്രദ്ധിക്കുക, ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും യോഗ്യൻ, ഉന്നതൻ യേശു ക്രിസ്തു. മോനെ, ഇപ്പൊ ഈ മൈക്ക് നന്നായിരിക്കും. ഇനി ഇതുപോലെ ഇരിക്കണേ. ഒന്നും ചെയ്യരുതേ. അപേക്ഷിക്കുകയാണേ, യാചിക്കുകയാണേ, ഇനി ഒന്നും ചെയ്യരുതേ. ഇതിപ്പം നന്നായിരിക്കുന്നു. അവിടെ പിടിച്ച് ഞെരടുകയും തിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിന് ബാക്കിയൊക്കെ ഞെരടുകയോ തിരിക്കുകയോ ചെയ്തോണം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. അപ്പൊ എല്ലാവരിലും ശ്രേഷ്ഠൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ ദൂരത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല ഇവിടെ നല്ല പെരുമഴയാണെന്ന്. അപ്പം ഓൺലൈനിലുള്ളവരോട് അറിയിക്കുക, ഇവിടെ ശക്തമായ മഴ നടക്കുക. എങ്കിലും ഈ പിള്ളേര് മൈക്ക് ഇത്രയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് പുറകിലിരിക്കുന്നവർക്ക്, ഇവിടെ പുറകിലിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? ഇല്ല. ക്ലിയർ ആകുന്നുണ്ടോ? ആട്ടെ. ഇരിപ്പ് കണ്ടിട്ടൊന്നും മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്നങ്ങോട്ട് തെളിയിക്കുക. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, മതത്തിന്റെ, സംഘടനയുടെ കുറെ ആൾക്കാരുടെ ദൈവമല്ല യേശു. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. നീ ഏത് എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമും വല്ല ഭക്ത
യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബ ഓ ശ്രീ യേശുനാമം അതിശയനാമ ഏഴയനിക്കിംബനാമോ ആമേ ശ്രീ യേശുനാമം അതിശയനാമം കിംബനാമം ഓ ശ്രീ യേശുനാമം അതിശയനാമം ആമേ ശ്രീ യേശുനാമം അതിശയനാമം ഏഴേനിക്കിംബനാമം ഓ ശ്രീ യേശുനാമം അതിശയനാമം ഏഴേനിക്കിംബനാമം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്ട് പുറകിരിക്കുന്നവർക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ, ഇതുപോലെ ശ്രേഷ്ഠനായ, യോഗ്യനായ, ഉന്നതനായ, മഹിമയുള്ള വേറൊരുവനില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, യേശുവിനെ ആർക്കും ആരാധിക്കാം, യേശുവിനെ ആർക്കും സേവിക്കാം, യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരാം, ഏത് സമയത്തും വരാം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന മാർഗമല്ല, സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യനാണ് ഈ ജാതിയും മതവും ഇങ്ങനെയുള്ള വേറുകൃത്യങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിന് ആമേൻ അങ്ങനെയുള്ള യാതൊരു വേറുകൃത്യവുമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇന്ന് രാത്രിയിലും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സത്യസുവിശേഷം കേൾക്കുവാനും പറയുവാനും മുഖാന്തരം ഒരുങ്ങിയത്. അതോർത്ത് ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ മുമ്പോട്ട് പറഞ്ഞു പോകാം. പണ്ട്
പഴംകാർ പറഞ്ഞതുപോലെ ആശാരിയുടെ പണിക്കുറ്റമുണ്ട്, തടിയുടെ വളവുമുണ്ട്. എൻ്റെ തൊണ്ടയ്ക്കും ഇന്ന് ഒരല്പം പ്രയാസമുണ്ട്, മൈക്കും ഒരല്പം പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ കണക്കിലെടുത്ത് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ഇന്നങ്ങ് ചിന്തിക്കാം. ഇന്നിപ്പോൾ അതേ ഒക്കുള്ളൂ മിക്കവാറും. ദൈവം അനുവദിച്ചാൽ നാളെയും മറ്റന്നാളും അവർ രണ്ടുപേരും ഞാൻ പറഞ്ഞ് തീർക്കാത്ത കാര്യവും വിട്ടുപോയ കാര്യവും പറയാൻ മറന്ന കാര്യമൊക്കെ അവർ അത് പൂരിപ്പിച്ചോളും എന്ന് എനിക്കും വിശ്വാസമുണ്ട്. ദൈവം സഹായിക്കുമാറാകട്ടെ. അപ്പോൾ എബ്രായ ലേഖനം ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ചു. എബ്രായ വിശ്വാസികളെ പഠിക്കുമ്പോൾ ഇവര് യഹൂദ മതം വിട്ട് ഈ നസ്രായ മാർഗത്തിൻ്റെ പുറകെ പോന്നവരാ. യഹൂദന് അതിൻ്റെതായ വിശേഷതകളുണ്ട്, ധാരാളം വിശേഷത യഹൂദനുണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യഹൂദന്റെ ചില വിശേഷതകളെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവെടുത്തുകൾ പെട്ടെന്ന് വായിച്ചു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൾ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു. ഈ ഭാഗത്ത് മഴയുണ്ടല്ലോ. ഇങ്ങോട്ട് കസാര മുന്നോട്ട് ഇട്ടിരുന്നു. അവിടോട്ട് പിന്നെ ഒരു കാര്യം എനിക്കിപ്പോൾ ഉറപ്പുണ്ട്, ആരും പോകുകയല്ലെന്നുള്ളത് ഉറപ്പായി. അത് നന്നായി. ഇനി മൈക്കില്ലേലും ഞാൻ നടുക്ക് നിന്ന് പ്രസംഗിക്കും, കേൾക്കുന്നവരൊക്കെ കേൾക്കട്ടെ. നിങ്ങൾ ഭാരപ്പെടുവൊന്നും വേണ്ട. നമ്മൾ പൗലോസ് പറഞ്ഞ പോലെ എല്ലാം ശീലിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം നിന്ന് പ്രസംഗിക്കൂ അങ്ങനെയൊന്നുമില്ല. അവിടെ വന്ന് പ്രസംഗിക്കും കുറച്ച്, പിന്നെ നടുക്ക് നിന്ന് പ്രസംഗിക്കും, പിന്നെ പോരാത്ത ഇവിടെ നിന്ന് പ്രസംഗിക്കും, ബാക്കി പിന്നെ പ്രസംഗിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടുവൊന്നും വേണ്ട. ഒരാളിത് കേട്ടാൽ മതി, യോഗം വിജയിച്ചു. ഇവിടെ നടത്തിപ്പുകാരും ഇതിൻ്റെ പിമ്പിൽ അധ്വാനിച്ചവർ നിരാശപ്പെടുവൊന്നും വേണ്ട. ഇതുകൊണ്ട് തന്നെ മഴയായി, മൈക്കും പരുവക്കേടായി, പാസ്റ്ററുടെ തൊണ്ട് ഇതെന്നോ എന്തോ അങ്ങനെയൊന്നും ഭാരപ്പെട്ട് ഇന്ന് രാത്രി ഈ വന്നിരിക്കുന്നതിൽ ഒരാൾ ഒന്ന് സമർപ്പിച്ചാൽ മതി, ഈ യോഗം വിജയമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണല്ലോ സത്യവും. ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരാൾ ഹൃദയം ഒന്ന് സമർപ്പിച്ചാൽ മതി, ദൈവസന്നിധിയിൽ ഈ യോഗം വിജയമാണ്. അതിന്ന് നടക്കുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ അന്തമെന്താ ചിന്ത ചെയ്യ സോദര വേഗം, അന്തമെന്താ ചിന്ത ചെയ്യ സോദര വേഗം, അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും? അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മരണത്തിന്റെ കരം നിന്നെ വന്ന് തപ്പിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. ഞാൻ ആദ്യം ഇതെല്ലാം അങ്ങ് പറയാം, അഥവാ ഇനിയും കറണ്ട് പോയാൽ പിന്നെ ഒക്കുകയല്ല. അപ്പം ആദ്യം ഇതങ്ങ് പറയാം. സ്തോത്രം. ഇങ്ങോട്ട് നോക്കിക്കേ. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. പുതപ്പുമുണ്ട്, വിരിക്കുന്നതുമുണ്ട്. അത് പുഴുവും കൃമിയാണ്. മനസ്സിലായോ? നമ്മളിവിടെ ബെഡ്ഷീറ്റ് ഇട്ട അങ്ങോട്ട് വേച്ചം ചെല്ലുമ്പം പുതപ്പ് തരുന്നത് കൃമിയും ബെഡ്ഷീറ്റ് പുഴുവാണ്. അപ്പം അവിടെ ചെന്ന്
പരുവക്കേടാകരുത്. ഇവിടുന്ന് അങ്ങോട്ട് പോകരുത്, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. കാരണം പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്, ബുദ്ധിമാൻ്റെ ജീവിതയാത്ര മേലോട്ട, കീഴെയുള്ള പാതാളം ഒഴിഞ്ഞു പോകുക. അപ്പം താഴെ കിടപ്പുണ്ട് പുഴുവും കൃമികളും, അതിനകത്ത് എന്ന് പെടരുത്. നരകമുണ്ട്, അങ്ങോട്ട് പോകരുത്. സ്വർഗത്തിൽ പോകണം. എന്നെ കൊണ്ടൊക്കത്തിൽ ആരെയും കൊണ്ടുപോകാം. അതിനുള്ള മാർഗം പറഞ്ഞു തരിക. ഒറ്റ വഴിയുള്ളൂ, യേശുവിന് രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് സാധാരണ ഉപദേശിമാർ പറയാറുണ്ട്, ഇനി ആരുണ്ട് കരമുയർത്താൻ, ഇനി ആരുണ്ട് കരമുയർത്താൻ, ഇനി ആരുണ്ട് കരമുയർത്താൻ. ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് സമർപ്പിച്ചാൽ മതി. പണ്ട് കാനത്തൊരു യോഗം നടത്തുമ്പം റിട്ടയർഡ് SI, അപ്പോൾ അദ്ദേഹം ഒരു ആചാരമാകുക. പുള്ളി മാനസാന്തരപ്പെട്ട ആളല്ല, അല്പം കുടിക്കുന്നയാളാണ്. പുള്ളി തിണ്ണയിലിരിക്കുക, തൊട്ടപ്പുറം യോഗം നടത്തുക പെന്തിക്കോസുകാർ. അപ്പം നമ്മുടെ ഒരു ഉപദേശി നന്നായിട്ട് പ്രസംഗിച്ചു, മണിക്കൂറുകളെടുത്ത് പ്രസംഗിച്ചു, വിട്ട് വിയർത്ത് നിൽക്കുക. അന്നത്തെ കാലമാണ്, മൈക്ക് ഒന്നും അത്ര സുലഭമല്ല. പുള്ളി നാടൻ ഭാഷയിൽ പറഞ്ഞ ചങ്ക് പൊടിഞ്ഞാ പ്രസംഗിക്കുന്നത്. അവസാനം 1.5 മണിക്കൂർ പ്രസംഗിച്ച് ഈ SI അടിച്ചിട്ടുമുണ്ട്. പുള്ളി തിണ്ണയിരുന്നതെല്ലാം കേൾക്കുക, പുള്ളിയുടെ ശബ്ദവും ഉറക്കെ പറഞ്ഞു. അവസാനം അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, ഈ കർത്താവിന് സേവിപ്പാൻ ആരുണ്ട് കരം പൊക്കാൻ പറഞ്ഞു. ആരും കരം പൊക്കുന്നില്ല. ആരുണ്ട് കരം പൊക്കാൻ? അവൾ കരം പൊക്കിയാട്ടെ. കർത്താവിന് സേവിക്കുവാൻ, രക്ഷകനായി സേവിക്കുവാൻ താല്പര്യമുള്ള കരം പൊക്കാൻ. ഉപദേശിച്ച് കുറേ നേരം പറഞ്ഞിട്ട് ഒരുത്തരുമില്ല. അപ്പോൾ ഈ SIക്ക് സങ്കടവും അരിശവും വന്നിട്ട് പൊക്കടാ കൈയെന്ന് പറഞ്ഞ് പുറകിരുന്ന 3-4 അങ്ങ് അങ്ങനെ ആരും പൊക്കണ്ട. ഇന്ന് രാത്രി നീ ഒന്ന് സമർപ്പിക്കണം. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. യേശുവിന് ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. യേശുവിന് നിന്നെ അങ്ങ് കൊടുത്താൽ മതി. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, അവിടുന്ന് എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം, എന്നെ രക്ഷിക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. പൈസ ഒന്നും കൊടുക്കണ്ട, കാണിക്കൊന്നും കൊണ്ട് യേശുവിനിടണ്ട. യേശു ഇങ്ങനെ ഗതികേട് പിടിച്ച് നിൽക്കുകയല്ല, തായോ തായോ എന്ന് പറഞ്ഞ്. യേശുവിന് 5 പൈസ പോലും വേണ്ട. നിൻ്റെ വസ്തു വേണ്ട, ആട് വേണ്ട, കോഴി വേണ്ട, മെഴുകുതിരിയൊന്നും യേശുവിന് വേണ്ട. യേശു ഇരുട്ടത്തിരിക്കുന്ന 2 തിരി. യേശു വെളിച്ചമാണ്. യേശുവാണ് സാക്ഷാൽ വെളിച്ചം. യേശുവിന് നിൻ്റെ മെഴുകുതിരിയും വേണ്ട, നിൻ്റെ വെളിച്ചെണ്ണയും വേണ്ട. കാരണം തൈലനദി ഒഴുക്കുന്നവനാ കർത്താവ്. അന്നേരം നിൻ്റെ വെളിച്ചെണ്ണയൊന്നും യേശുവിന് വേണ്ട, യേശുവിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. എല്ലാം വിവരിക്കുന്നില്ല. എൻ്റെ അമ്മയുടെ 2ാമത്തെ പ്രസവത്തിൽ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു. 3 പേര് മരിച്ചുവെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെട്ടു. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നടത്തിയും ചെയ്തും എന്നെ വളർത്തി. ഞാനും അങ്ങനെ വളർന്നു. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ പോകും, ക്ഷേത്ര ദർശനം നടത്തും, പ്രാർത്ഥിക്കും. എന്നാലാവും വിധം വളരെ ഭക്തിയോടാണ് ജീവിച്ചു വന്നത്. എന്നാൽ കൃപയാൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഭാഗ്യമുണ്ടായി. അതിന് മുഖാന്തരം സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ടൈഫോയിഡും ഒക്കെ വന്നുകൂടി, മറ്റ് ചില ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികമായിട്ട് അലട്ടി. അന്നത്തെ വിശ്വാസമനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു, ചികിത്സകളും നടത്തി. എന്നാൽ വേണ്ട വിധത്തിൽ സൗഖ്യമോ ആശ്വാസമോ ഒന്നും ലഭിച്ചില്ല. അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഇരുന്ന സന്ദർഭത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന സമയമായി. ഞാനും വൃശ്ചികവ്രതം തുടങ്ങിയപ്പോൾ മാലകിട്ട് വൃശ്ചികവ്രതം എടുത്തു. അങ്ങനെ ഏതാണ്ട് 10-15 ദിവസത്തോളം, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വ്രതം നോക്കി മലയ്ക്ക് പോകാൻ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ ചെന്ന് ദീപാരാധന കഴിഞ്ഞ്, അന്ന് സന്ധ്യയ്ക്ക് ചിലർ കെട്ടുമുറുക്കി മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഞാനും അതിന് കൂടി. അത് കഴിഞ്ഞ് നാമം ജപിക്കണം. അമ്പലത്തിലിരുന്ന് വേറെ ചില പ്രിയപ്പെട്ടവരുണ്ട്, അവരുമായിട്ട് നാമം ജപിക്കും. 41 ദിവസവും ക്ഷേത്രത്തിൽ വെളിയിൽ എല്ലാവരും വട്ടം ഇരുന്ന് ദീപാരാധന കഴിഞ്ഞ് നാമം ജപിക്കും. പഴയ അമ്മമാർ ഇതുപോലെ, അതുകൊണ്ട് എനിക്ക് അമ്മമാരെ ഇഷ്ടമാണ്. ഇതുപോലെ 3-4 അമ്മമാരുണ്ടായിരുന്നു നാമം ജപിക്കുന്ന. എന്നെയും വലിയ കാര്യമാണ്. അതിൽ 1-2 അമ്മമാർ എൻ്റെ വല്യമ്മച്ചിയുടെ കൂട്ടുകാരുമാണ്. അതിലൊന്ന് കുറുപ്പശ്ശേരിലെ പെണ്ണമ്മ എന്ന് പറയും, പിന്നെ 16-ലെ ഗൗരിയമ്മ,
പനിച്ചിക്കളത്തിലെ ഭവാനിയമ്മ, പിന്നെ വേറൊരമ്മയും കൂടെ ഉണ്ട്, അമ്മയുടെ പേര് മറന്നു, അത് പെണ്ണമ്മയാണ്, കുറുപ്പശ്ശേരി പെണ്ണമ്മ. അപ്പോൾ ഈ അമ്മമാരെല്ലാം എന്നെ വലിയ കാര്യമാണ്, എൻ്റെ വല്യമ്മച്ചിയുടെ കൂട്ടുകാരികളുമാണ് ഇവർ പലരും. അവർ നന്നായിട്ട് നാമം ജപിക്കും, എന്നെയും കൂടെ ഇരുത്തും, ഞാനും ഇരിക്കും, എനിക്കും താല്പര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഈ ദീപാരാധന കഴിഞ്ഞ് നാമം ജപിക്കും. അന്നും പതിവ് പോലെ നാമജപം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ സുഖമില്ലാതെ ഉള്ള പ്രയാസമുള്ള സമയമാണ്. ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം, ദൂരെ നിന്ന് യോഗം വീക്ഷിച്ചു. എന്തിനേറെ വിവരിക്കുന്നില്ല. അപ്പോൾ ഈ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യമാക്കും. ഹൃദയത്തിലൊരു വിശ്വാസം. അവിടെ ഉള്ള പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഒരു പയ്യൻ അതിലെ വന്ന പയ്യനോട് പറഞ്ഞു, അവൻ അവിടെ ചെന്ന് ഇതുപോലെ ഉപദേശമായിരിക്കുക അവരോട് പറഞ്ഞു. കേട്ട മാത്രമേ തന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അല്പം അറച്ചും മടിച്ചുമൊക്കെ നിന്നെങ്കിലും അസുഖത്തിൻ്റെ കാഠിന്യവും ശാരീരിക ക്ഷീണവും എല്ലാം കൂടെ കണക്കിലെടുത്ത് അല്പം മടിച്ചും അറച്ചുമൊക്കെ അതിൽ മുൻപോട്ട് നടന്നു ചെന്നു. അവിടെയുള്ള കുറച്ച് പേരേ ഉള്ളൂ, ദൈവമക്കളും ഇതുപോലെ ദൈവത്തിൻ്റെ ദാസന്മാരും കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ കർത്താവിൻ്റെ ദാസന്മാർ ചിലർ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആളാണ് കടന്നുപോയി കരുവാറ്റ തകഴിയിലെ ഒരു തങ്കച്ചാനുണ്ട്, പ്രവാചകൻ തങ്കച്ചായന്, കരുമാടി തങ്കച്ചൻ എന്ന് പറയും. ആ മാന്യ കർത്തദാസനും മറ്റ് ദൈവദാസന്മാരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. ആ രാത്രി വലിയ സമാധാനമായി, ആശ്വാസമായി, സന്തോഷമായി, വലിയ വിടുതൽ ശരീരത്തിൽ അനുഭവിച്ചു. അപ്പോൾ പിറ്റേ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി. അവരോട് പറഞ്ഞില്ല, ഹൃദയത്തിൽ തീരുമാനിച്ചു നാളെയും പ്രാർത്ഥനയ്ക്കൊന്ന് പോകണം. എങ്കിലും നേരത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വിട്ടേച്ച് പോരാൻ വലിയ വൈമനസ്യമുണ്ടായി. സന്ധ്യയാകുമ്പോൾ ക്ഷേത്രത്തിൽ പോകും, ദീപാരാധന കഴിഞ്ഞ് ഈ പ്രാർത്ഥിക്കുന്ന വീടിനടുത്ത് വരും, പ്രാർത്ഥനയ്ക്കിരിക്കും. ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, എങ്കിലും പൂർണ്ണ വിടുതൽ ലഭിച്ചില്ല. ഒരു ദിവസം പൂർണ്ണമായിട്ടൊരു തീരുമാനമെടുത്തു, ഇനി സൗഖ്യം കിട്ടിയാലും പൂർണ്ണ വിടുതൽ കിട്ടിയാലും ഇല്ലെങ്കിലും കർത്താവിനായി ജീവിക്കുമെന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് പരിപൂർണ ആശ്വാസവും നീക്കുപോക്കും നൽകി. ഒരു രാത്രിയിൽ ഏതാണ്ട് 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. ആരും മതം മാറ്റിയതല്ല, നിർബന്ധിച്ചതല്ല, സമ്മർദ്ദമൊന്നും ചെലുത്തിയതല്ല, ഇന്നതൊക്കെ തരാമെന്ന് പറഞ്ഞ് ആരും വിളിച്ചതല്ല. പണ്ടൊക്കെ ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്, പെന്തിക്കോസിൽ എന്തെങ്കിലുമൊക്കെ തരാമെന്നും പറഞ്ഞ ആൾക്കാരെ വിളിക്കുന്നത്. എന്നോടൊരു ചോദിച്ചു, എന്തോ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല, അതുപോലെ കിട്ടുന്നുണ്ടല്ലയോ. ഞാൻ പറഞ്ഞ് കൃത്യമായിട്ടൊക്കത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ മാത്രമല്ല അല്ലാതുണ്ട്, എന്നാലും പറ എന്തോ കിട്ടും, ഞങ്ങൾക്കൂടെ വരാനാ. ഞാൻ പറഞ്ഞ് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല, അല്ല എന്നാലും ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ പുള്ളിയായി തരുന്നത്, പുള്ളി ഞാനുമായിട്ട് ഏതാണ്ടൊരു നല്ല കണ്ടീഷനിൽ പോയെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. വേദപുസ്തകത്തിൻ്റെ ഭാഷപ്രകാരം എന്തെങ്കിലും ക്രമക്കേടുകൾ വൃത്തികേടുകൾ വന്നാൽ പുള്ളി ചിലപ്പം തരാതിരിക്കും, അങ്ങനെയുണ്ട്. അപ്പം നല്ല രീതിയിലാണെങ്കിൽ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തും. നിൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ പണ്ട് ഇങ്ങനെയൊക്കെ ചിന്തകളുണ്ട്, എന്തൊക്കെ കാശോ മറ്റു കാര്യങ്ങളൊക്കെ തന്ന ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് വരുമ്പോഴാണ് മുഴുവൻ പിരിവാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഉള്ള സമാജത്തിന് എല്ലാം മേല ചിലയിടത്ത് സോദരി സമാജത്തിൻ്റെ പിരിവ് കൊടുത്തില്ലെങ്കിൽ അവിടെ എഴുതി തൂക്കുന്നു, പിന്നെ പേര് വിളിച്ചു പറയുന്നു. ഒരുത്തനാണ് ബുക്കുമായിട്ടങ്ങ് കുത്തിയിരിക്കുക, അവന് വേറൊന്നും വിഷയമല്ല. ഞായറാഴ്ച ആകുമ്പോൾ അവൻ ബുക്കുമായിട്ട് ഞങ്ങളുടെ അവിടെ ഒന്നും ഇല്ല എന്നെ ഞാൻ ശരിയാക്കും. ദൈവത്തെ ആരാധിക്കാൻ വരുന്നവനെ എല്ലാം കൂടെ നീ കൊള്ളൊക്കെ പൂലാൻ ദേവിയെ പോലെ നീ സഭായത്തിന് വന്നാൽ ചെല്ലി നിന്നങ്ങ് വിളിച്ചു പോവുക, ഇന്നയാൾ തരണം അതുകൊണ്ട് തന്നെ പേടിയാ, ഇതൊക്കെ പാടില്ല. അപ്പം ഇതിനകത്ത് വരുന്നത് ആരെയും കാശ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ല, യേശുവിനെ തരാമെന്ന് പറഞ്ഞു. പിന്നെ ചില ആൾക്കാർ പണ്ടൊക്കെ പറയും പെന്തിക്കോസുകാർ കണ്ണടച്ച് ഫോട്ടോ എടുത്ത് അയക്കും, അങ്ങനെയൊക്കെയാണ്. കൊള്ളാം, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്ക്, പ്രാർത്ഥിക്കാൻ പോലും കണ്ണടയ്ക്കുന്നില്ല, പിന്നെ അതിനെയും ഫോട്ടോയ്ക്ക് നമ്മൾ പറയത്തില്ലേ പ്രാർത്ഥിക്കാം, ഉടനെ നമ്മൾ നോക്കുക കണ്ടോ, എന്നാരാ അതിനെയും ഫോട്ടോയ്ക്ക് കണ്ണടയ്ക്കുന്നത്. ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. അപ്പം അതെല്ലാം അങ്ങ് വിടെ. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുക.
നിനക്ക് നിൻ്റെ കുടുംബത്തിന് രക്ഷയാണ്. ഞാൻ മൈക്കിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ പറയാം. യേശു നിൻ്റെ ഉള്ളത്തിൽ വന്നാൽ നിനക്ക് അനുഗ്രഹമാണ്. യേശു നിൻ്റെ വീട്ടിൽ വന്നാൽ നിനക്ക് സമാധാനമാണ്. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. മദ്യപാനത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് ഭാര്യയും തല്ലി പിള്ളേരെയും തകർത്ത് വെച്ച കഞ്ഞി പോലും കുടിക്കുവാൻ കഴിവില്ലാതെ അലോഗ്യവും വഴക്കും വെപ്രാളവുമായിട്ട് കിടന്ന എത്ര കുടുംബം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി നിൻ്റെ കുടുംബത്തിൻ്റെ അരാജകത്വവും ദുരിതവും മാറാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. മുമ്പേ പറഞ്ഞതുപോലെ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഈ മാർഗത്തിൽ വരുവാൻ ദൈവം എനിക്കും കൃപ നൽകി. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലായി സ്നാനപ്പെടണമെന്ന്. സ്നാനം ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. 1 വർഷത്തോളം ദൈവവചനം വായിച്ചു. അപ്പോൾ മനസ്സിലായി സ്നാനപ്പെടണം. ഞാൻ എല്ലാ ഞായറാഴ്ച എഴുന്നേറ്റ് സാക്ഷ്യം പ്രസ്താവിക്കും, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന പാസ്റ്ററും 1-2 പേരും പറഞ്ഞു, പ്രായമായില്ല, എനിക്കൊന്ന് പ്രായം കുറവാണ്. ഇപ്പോഴും പ്രായം കുറവാണ്, പിന്നെ ഈ പരുവത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇന്നാളൊരു തള്ള എന്നെ വിളിച്ചു, അപ്പച്ചോ എവിടെ പോകുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടം വരെ പോവുക, ഇനി തിരുത്തിയാലൊന്നും ഒക്കുകയല്ല, അതുകൊണ്ടാണ്. സ്തോത്രം. വേറൊരിക്കൽ എൻ്റെ കൂട്ടു സഹോദരനുമായിട്ട് ഞാൻ ചെന്നു. അദ്ദേഹത്തിനുണ്ട് 10-30 വയസ്സ്. അപ്പം ഞങ്ങൾ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പം വേറൊരു തള്ള കൂടെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് അപ്പനും മോനും കൂടെ ആണെന്നല്ലോ വന്നതെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്ന് പറഞ്ഞ. ഇനി അതാ മോനല്ലെന്ന് പറഞ്ഞാൽ പിന്നെ തെളിയിക്കാൻ നടക്കണേ, തള്ള പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 പേർ ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു അപ്പനും മോനും ആയിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരുവത്തിൽ നിൽക്കുന്നതുള്ളൂ. അങ്ങനെ വലിയ പ്രായമില്ല. പണ്ട് ഞാൻ മാമ ഇസ്രായേലിലെ കുഞ്ഞളമാമയാണോ? എന്ന് വന്നു യുദ്ധം പേടിച്ച് പോന്നാന്നോ? അവിടെ ഇരിക്കും. ദൈവത്തിൻ്റെ മകത്ത്. അപ്പം ശ്രദ്ധിച്ചേ, പണ്ട് കാനത്തെ കട്ടേക്കൊച്ചാൻ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ട്, ശ്രേഷ്ഠനായിരുന്നു, മൺമറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മച്ചി, നല്ലൊരു അമ്മച്ചിയാണ്. പള്ളിപ്പാട്ട് നമ്മുടെ എം വി വർഗീസ് പാസ്റ്ററുടെ വീടിനടുത്ത, മേക്കാട്ട് ബേച്ചാൻ്റെ വീടിനടുത്ത അമ്മച്ചിയുടെ വീട്. അവർ ജ്യേഷ്ഠത്തെയും അനിയത്തെയും ഒന്നിച്ച് വിശ്വാസമാർഗത്തിൽ വന്നു. പള്ളിക്കകത്ത് വെച്ച് അഭിഷേകം പ്രാപിച്ച് ഈ അമ്മമാർ രണ്ടും 80 കൊല്ലം മുമ്പാണ്. പള്ളിപ്പാട് വിയ്യപുരം പള്ളിക്കകത്ത് വെച്ച് അഭിഷേകം പ്രാപിച്ചു. ഈ അമ്മച്ചിമാരെ 2 പേരെയും കൂടെ പള്ളിക്കാരും വീട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടി ആറ്റിലോട്ട് എറിഞ്ഞു. പിന്നെ അവർ വെള്ളത്തിൽ പരിചയമുള്ളതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു. ഒത്തിരി സാക്ഷ്യമുള്ള 2 അമ്മമാരാണ്. അതിലൊരു അമ്മച്ചി അൺമാരീഡ് ആയിരുന്നു, നല്ല ധീരയായിരുന്നു. മൂത്ത അമ്മച്ചീനെയാണ് കാനത്തെ കട്ടേക്കൊച്ചാൻ എന്ന് പറഞ്ഞ കർത്തദാസൻ വിവാഹം ചെയ്തത്. നല്ലൊരു അമ്മച്ചിയാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാനത്ത് വീട്ടിൽ ശുശ്രൂഷയ്ക്ക് ചെന്നു, വചനം ശുശ്രൂഷിക്കുക. അമ്മച്ചി അകത്ത മുറിയിലിരിക്കുക, എന്നെ കാണുന്നില്ല. വെളിയിലത്തെ ഹാളിലാണ് യോഗം. അപ്പം ഞാൻ യോഗം തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ചെന്നത്. പിന്നെ യോഗം തുടങ്ങി, എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നു. ഞാൻ പാട്ട് പാടി പ്രസംഗിച്ചു. അപ്പം അമ്മച്ചി ഇതെല്ലാം അകത്ത് കേട്ടിരിക്കുക. യോഗമെല്ലാം കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് 1-2 പേരുമൊക്കെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞാനും സംസാരിച്ചു. അന്നേരം അമ്മച്ചി എന്നെ കാണുന്നില്ലല്ലോ, ശബ്ദവും പ്രസംഗമൊക്കെ കേട്ടോളൂ. അപ്പം അമ്മച്ചി അവിടെ അകത്തിരുന്ന് കൊച്ചുമക്കളോട് വന്ന്, മോനെ അപ്പച്ചൻ എത്ര നേരമായി ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് കൊടുക്കാൻ. പിന്നെ ഞാൻ അകത്ത് ചെന്നപ്പോൾ ചോദിച്ചു, അപ്പച്ചൻ എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു, അപ്പച്ചനാ ഇത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, വലിയ പ്രായമൊന്നുമില്ല, എന്നാലും ദൈവം ഇതുവരെ നടത്തി. അപ്പം അന്ന് ചെറുപ്രായമായതുകൊണ്ട് പെടുത്താൻ ചിലർ വിസമ്മതിച്ചു. എന്നോട് പറഞ്ഞു, ഇപ്പം സ്നാനപ്പെടണ്ട. അപ്പോൾ ഒരാൾ പറഞ്ഞു, മുഴുത്ത മാനസാന്തരം 3 മാസമാണ്, അതൊന്ന് പരിശോധിച്ചു. എന്തായാലും ഒരു കാര്യം പറയാം, വേറെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സ്നാനപ്പെട്ടേ ഒക്കൂ. സ്നാനമോ ജഡത്തിൻ്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക. ഒരു ഞായറാഴ്ച കണ്ണുനീരോട് എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ സഭക്കാർ പറഞ്ഞു, അങ്ങനെ അന്നേ മുക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് കാവാലത്ത് മുങ്ങണം. അയ്യോ, ഇവിടെ ഒക്കത്തില്ല, ഇവിടെ മുക്കിയ പ്രശ്നമാണല്ലോ പറഞ്ഞു. എന്നാൽ എവിടെയെങ്കിലും ആട്ടെന്ന് ഓർത്ത് എനിക്ക് മുങ്ങണം.
ചിങ്ങവനത്തിനടുത്ത് പരുത്തമ്പാറയിൽ ഒരു സ്നാന ശുശ്രൂഷ നടക്കുന്നെന്ന് അറിയാമായിരുന്നു. അങ്ങനെ കൺവെൻഷന് പോയി. അന്ന് രാത്രി കൺവെൻഷനെ സംബന്ധിച്ചു. അന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിച്ചത് മൺമറഞ്ഞ ബഹുമാനപ്പെട്ട TG കോശി അവർകളാ, ശാരോൻ സഭയുടെ മുൻ പ്രസിഡന്റ്. അപ്പം അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളെല്ലാം പ്രസ്താവിച്ചു പറഞ്ഞു, സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാ, യേശു മാതൃക കാണിച്ചു. ഇന്ന് രാത്രി ഈ കൽപ്പന അനുസരിക്കാൻ ആരേലും മുൻപോട്ട് വന്നാൽ അവരെ പെട്രോമാക്സും കത്തിച്ചുകൊണ്ട് പോയി സ്നാനപ്പെടുത്താം. അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഞാൻ ആ പന്തലിലിരുന്ന് ബലപ്പെട്ട് യോഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററോട് എന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ രാത്രി മുങ്ങണം. പുള്ളി പറഞ്ഞ രാത്രിയിലോ? ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞല്ലോ രാത്രി പെട്രോമാക്സും കത്തിച്ചുകൊണ്ട് പോയി മുക്കാം. അപ്പം പാസ്റ്റർ പറഞ്ഞു, അത് ഉണർവിന് കയറി പറഞ്ഞാൽ നാളെ നേരം വിളക്കെട്ടെന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെ ഉണർവിന് എന്തെല്ലാം കാര്യം പറഞ്ഞാൽ ചായി വന്ന് കുത്തിയിരിക്കുന്നേ. അപ്പം അദ്ദേഹം അത് പറഞ്ഞു. എന്തായാലും രാത്രി അവിടെ വിശ്രമിച്ചു. വിശദീകരിക്കുന്നില്ല, വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും 10-14 പേര് പിറ്റേന്ന് സ്നാനപ്പെടാനുണ്ട്. ഇപ്പോഴത്തെ സ്നാനം പോലല്ല. അന്ന് തമ്പേറുമൊക്കെ അടിച്ച് എല്ലാ റോഡിൽ കൂടെ നടക്കുക. അത് നല്ലൊരു അനുഗ്രഹവും ഒരു അരങ്ങായിരുന്നു. തമ്പേറുമൊക്കെ കൊട്ടി പാട്ടുമൊക്കെ പാടി ഇങ്ങനെ പോവുക. ഈ ശവമടക്കാൻ പോകുന്ന അങ്ങനെ ആണല്ലോ, ആരും അറിയാതെ കൊണ്ട് അടക്കുകയല്ലല്ലോ. അങ്ങനെയൊക്കെ അടക്കിയതിനൊക്കെ വീണ്ടും പൊക്കിയെടുത്തിട്ടുണ്ട്, കാരണം ഇത് അറിയാൻ വേണ്ടി. ഇതെല്ലാവരും അറിയണമെന്നാണ്. അങ്ങനെ പാട്ടുമൊക്കെ പാടി സ്നാനക്കടവിൽ ചെന്ന്, എന്നെ കൂടാതെ വേറെ 10-13 പേരുണ്ട്. 13 പേര് ഇറങ്ങി ഓരോരുത്തരൊരു സ്നാനപ്പെടുക. എൻ്റെ വീട്ടിൽ പ്രശ്നം, സഭയിലും ചിലർ എതിരായി, പ്രതികൂലമാണെന്ന് കണ്ട്. എന്തായാലും കരയ്ക്ക് നിന്ന് ഇങ്ങനെ വളരെ ഭാരമുണ്ടെങ്കിലും ദൈവം ധൈര്യപ്പെടുത്തി. ഒരു വാക്യം ഹൃദയത്തിൽ പ്രകാശിച്ച് ധൈര്യപ്പെടുത്തി. ഒരു പാട്ടിൻ്റെ വരിയും എന്നെ ധൈര്യപ്പെടുത്തി. അമാന്തിച്ചില്ല. മൂന്നാമത് ആ 14ാമത് സ്നാനക്കടവിലേക്ക് ഇറങ്ങിച്ചെന്നു. അതിൽ പ്രായമുള്ള പരുത്തമ്പാറൽ മൺമറഞ്ഞ പാസ്റ്റർ PJ ഇട്ടി അവർകൾ, പാലമൂട്ടിൽ പാസ്റ്റർ PJ ഇട്ടി അവർകൾ എന്നെ സ്നാനപ്പെടുത്തി. വളരെ സന്തോഷത്തോടൊരു കാര്യം കൂടെ പറയാം. കാര്യങ്ങളെല്ലാം പറഞ്ഞ് വെള്ളത്തിൽ മുക്കി വിട്ടപ്പോൾ പിടി അങ്ങ് വിട്ടുപോയി. അത് ആത്മശക്തിയാൽ പുള്ളിയും ആത്മാവ് നിറഞ്ഞു, ഞാനും ആത്മശക്തിയിൽ പിടിവിട്ടു. പിന്നത്തേതിൽ അറിഞ്ഞു പുള്ളിയും വെപ്രാളപ്പെട്ടു പോയി, പിടിവിട്ടല്ലോ എന്നോർത്ത്. ഞാൻ വെള്ളത്തിനടി വെച്ച് ശക്തിപ്പെട്ടു. ദൈവാത്മ നിറവിൽ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ പൊങ്ങി വന്നത് അന്യഭാഷയും പറഞ്ഞ, അങ്ങനെ ആത്മസ്നാനം പ്രാപിക്കുന്നത്. പൊങ്ങി വന്ന് ഈ വെള്ളത്തിനടി വെച്ച് അങ്ങ് കറങ്ങി പൊങ്ങി വന്ന് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല, കാരണം ഇവരെല്ലാം പുറകെ നിൽക്കുക. പിന്നെ അപ്പച്ചനും ആകെ പ്രയാസപ്പെട്ടെന്നാ പിന്നെ പറഞ്ഞത്. എന്തായാലും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ സ്നാനപ്പെടുവാൻ ദൈവം കൃപ നൽകി. ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, ഒരു ദോഷവും വന്നിട്ടില്ല. സ്തോത്രം. കാരണം സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. വായിച്ചേ പ്രിയെ, സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. പ്രിയ ഓർത്ത് ഇനി വാക്യം ഒന്നും പറയുകയല്ലെന്നാ, ഞാൻ പയ്യെ തുടങ്ങുന്നതേ ഉള്ളൂ. സഭാപ്രസംഗി ഇല്ലേ? 8-5. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ദൈവത്തിന് മഹത്വം. മൈക്ക് കൊണ്ടൊന്ന് വായിച്ചു. അയ്യോടെ ഇതുവരെ എടുത്തില്ലേ? കുഴപ്പമില്ല. പ്രിയ എവിടാ വീട്? പ്രിയ ഇവിടെ അടുത്ത് വല്ല വാങ്ങും. ആട്ടോ, കുഴപ്പമില്ല. അടുത്ത വാക്യം എടുത്ത് വെക്കണേ. ഇത് വായിച്ച മൈക്ക് കൂടെ ഒന്ന് വായിച്ചു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും ഒരു ദോഷവും സംഭവിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നീ ദൈവകൽപ്പന പ്രമാണിച്ചാൽ ഒരു ദോഷവും വരികയല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാ, കർത്താവിന്റെ അന്ത്യകൽപ്പനയാ സ്നാനം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അത് യേശുവിൻ്റെ അന്ത്യകൽപ്പനയാണ്. ആ കൽപ്പന നീ അനുസരിച്ചാൽ, ഇന്ന് രാത്രി തീരുമാനമെടുത്താൽ, സഭാപ്രസംഗി പറയുകയാ, നിനക്കൊരു ദോഷവും വരികയല്ല, നിന്റെ കുടുംബത്തിനും ദോഷം വരികയല്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൻ്റെ ദോഷം അതോടെ മാറും.
ഇന്ന് രാത്രി ആര് ദൈവകൽപ്പന അനുസരിക്കാൻ സമർപ്പിക്കും, അവരെ ഇന്ന് രാത്രി യേശു അനുഗ്രഹിക്കും. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. വായിച്ച വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ വേഗത്തിൽ നമുക്കങ്ങ് ചിന്തിക്കാം. ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തു ശ്രേഷ്ഠൻ, എല്ലാവരിലും ശ്രേഷ്ഠൻ. ഓരോ അധ്യായത്തിലും പൗലോസ് തെളിയിച്ചു, ഇതുപോലെ ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുവനില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ആമേൻ. പാട്ടുകാരൻ പാടി ഓർപ്പിക്കുക, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ഒരുത്തരുമില്ല. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ സൈമൺ സാർ പറഞ്ഞേക്കുന്ന തേൻ ഇറ്റിറ്റ് വീടുന്ന, അല്ല നാക്കും ചാടിച്ച് നിന്നെ തിന്നാൻ വരികയല്ല. സ്തോത്രം. യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ സ്തോത്രം തേൻ ഇറ്റിറ്റ് വീടുന്നെന്ന്, അല്ല നിന്നെ കടിച്ചു കീറുമെന്നും പറഞ്ഞല്ല യേശു ഇരിക്കുന്നത്. യേശു ആരെയും കടിച്ചു കീറത്തില്ല. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കുടുംബത്തെ യേശു സ്നേഹിക്കുന്നു. അവൻ ദൈവ സ്നേഹമാണ്. ഇന്ന് രാത്രി ആ സ്നേഹത്തിന്റെ ഇടയനാകുന്ന യേശുവിന്റെ അടുക്കൽ നീ കടന്നു വന്നാൽ ഇന്ന് രാത്രി നിനക്ക് രക്ഷയാണ്. അപ്പോൾ ഇതുപോലെ ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുവൻ ഇല്ല. അവൻ നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി വലിയവനായ യേശു നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് 7 നിലവിളക്കണ്ട നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ഈ കർത്താവിനായി ഇന്ന് രാത്രി നീ സമർപ്പിക്കുക, യേശു നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കണ്ടാർക്കും പനി വന്നിട്ടില്ല. യേശുവിനെ കണ്ടാരും 5ആം പനിയായിട്ട് കിടന്നിട്ടില്ല. യേശുവിനെ കണ്ടപ്പോൾ പനി മാറുക ചെയ്യുന്നത്. ആ തള്ളയുടെ, പത്രോസിന്റെ അമ്മായിയമ്മയുടെ അല്ലാത്ത കഠിന ജ്വരം വന്ന യേശു അവിടെ ചെന്ന് അമ്മയെ തൊട്ടു, അന്ന് തന്നെ സൗഖ്യമായെന്നുള്ളതാ. യേശുവിനെ കണ്ടാരും പനിക്കത്തില്ല, പനിയുള്ളവൻ്റെ പനി വിട്ടുമാറും. അങ്ങനെ ആ വാക്ക് പറഞ്ഞപ്പോൾ പനി വിട്ടുമാറിയെന്ന. അവൻ പനിക്കല്ല, പനി വിട്ടുമാറും. ഇന്ന് രാത്രി ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ചു. നമ്മൾ 10ആം അധ്യായമാണല്ലോ വായിച്ചത്. 10ആം അധ്യായത്തിന്റെ 19 മുതൽ ഓടിച്ച് ചില കാര്യങ്ങൾ പറയാം. 19 മുതൽ വായിക്കുക. ഒന്നുകൂടെ വായിച്ചാട്ടെ. എബ്രായ ലേഖനം 10ആം അധ്യായത്തിന്റെ 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ശ്രദ്ധിക്കുക. എബ്രായ ലേഖനക്കാരൻ 10ആം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെ പറയുമ്പോൾ ആ 22ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ പറയുക അടുത്ത് ചെല്ലുക. അപ്പോൾ അടുത്ത് വരണം എന്ന ആഹ്വാനം നടത്തുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോൾ ഇവർ എവിടെ ഇരിക്കുക? ദൂരത്തിരിക്കുക, അകന്നിരിക്കുക. അകന്നിരിക്കുന്നവരോട് ആ പൗലോസ് പറഞ്ഞേ, നിങ്ങൾ അടുത്തു വാ. ഇനി മറുവശം, ഒരു കാലത്ത് ഇവരെല്ലാം അടുത്ത് നിന്നവരാ. ഏത്? യേശുവിനോട്, ഏത്? സഭയോട്, ഏത്? കൂട്ടായ്മയോട്, ഏത്? ഈ മാർഗത്തോട് ഒരു കാലത്ത് വരെ അടുത്ത് നിന്നവരാ എബ്രായ വിശ്വാസികൾ. ഇവര് ഈ മാർഗത്തിൽ വന്ന സമയത്ത് തീക്ഷണതയോടെ, ഉണ്മയോടെ, വളരെ പ്രത്യാശയോടെ, വളരെ ചൈതന്യത്തോടെ ഇവർ ദൈവത്തെ സേവിച്ചവരാ. അതിന്റെ തെളിവ് ഇവരുടെ തീക്ഷണത എബ്രായ ലേഖനം 10ആം അധ്യായത്തിന്റെ 32 മുതൽ വായിച്ച് ആരംഭകാലത്ത് ഇവർ എങ്ങനായിരുന്നെന്ന് ആ വാക്യത്തിൽ തെളിയുന്നുണ്ട്. 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചു ആവകെ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അപ്പോൾ ഇവരുടെ ആരംഭകാലം, പഴയകാലം, ഇവർ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ഒരു കാലമുണ്ട്. പെന്തിക്കോസിന്റെ ആരംഭം അങ്ങനെയൊക്കെ തന്നെ വളരെ പോരാട്ടം കഴിച്ച ഈ മാർഗം ഇത്രത്തോളം വന്നത്. ആരംഭകാലത്ത് പെന്തിക്കോസ് വന്ന് എല്ലാവർക്കും നല്ല സുഖകരമായ ജീവിതമല്ല. പാട്ട കൊട്ടി കളിയാക്കിയിട്ടുണ്ട്, ചാണകവെള്ളം തളിച്ചിട്ടുണ്ട്, കല്യാണത്തിന് പന്തി ഇരുന്നപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്, കമ്മലും മാല ഊരിയെന്നും പറഞ്ഞ് ഇടി കൊണ്ട കുഞ്ഞമ്മ. ഞങ്ങളുടെ ഒരു അവറാച്ചൻ ഇടിച്ച്, കുഞ്ഞമ്മാമ്മ എന്നോട് പറഞ്ഞത് 80 കിലോയുടെ ഇടിയായിരുന്നെന്ന്. അമ്മലും മാലയെല്ലാം ഊരി വെച്ചത് യോഗം കഴിഞ്ഞപ്പം വന്നു.
പുള്ളി ഒരു ഭാഷയൊക്കെ പറഞ്ഞ് അത് പൊതുവി പറയാനൊക്കത്തില്ല. എന്നാടി ഇങ്ങനെ നടക്കുന്നെന്ന് അതൊന്നും പൊതുവി പറയുന്നില്ല. പൊതുവി പറഞ്ഞാൽ നവരാജനുണ്ട് കൊച്ചുങ്ങൾ ഏറ്റും. അവസാനം പുള്ളി മുടിക്കുത്തിന് കയറി പിടിച്ചേച്ച് പറഞ്ഞ് മിന്നി പൊട്ടിച്ചേച്ച് വന്നു ഇടറിയെന്ന് പറഞ്ഞു. കുഞ്ഞാച്ചമ്മ പറഞ്ഞ് ഊരിയത് ഊരി ഇനി ഇടുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഇപ്പോഴത്തെ കുറെ ഈ ലൊട്ടിലോട്ട് ഉപദേശിമാർ പറഞ്ഞ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് ഉണ്ടെന്ന് മിണ്ടുന്നില്ല. എന്നാ കുഞ്ഞോളം മാമേ? പിന്നല്ലാതോ. അപ്പൊ ശ്രദ്ധിച്ചേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നീ ഊരിയത് അബദ്ധമൊന്നുമല്ല, വേണ്ടാന്ന് വെച്ച മണ്ടത്തരം ഒന്നുമല്ല, ഉപേക്ഷിച്ചത് അക്കിടി പറ്റിയതൊന്നുമല്ല, നീ ശ്രേഷ്ഠമേറിയ കാര്യം തന്നെയാ ചെയ്തത്. അപ്പൊ കുഞ്ഞാച്ചമ്മയോട് പറഞ്ഞു ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇടിച്ച് കൊന്നാ ഇടുകയെന്ന് പറഞ്ഞു. മുടിക്കുത്തിന് പിടിച്ച് കുണിച്ച് നിർത്തിയ അവറാച്ചൻ ഇടിച്ചത് 80 കിലോ ഇടി. കുഞ്ഞാച്ചമ്മ ഇട്ടില്ല. പിന്നീട് ഞാൻ ചോദിച്ചു ഇടിച്ചപ്പോൾ എങ്ങനെ? ഒരു കുഴപ്പമില്ലായിരുന്നു, തോത്രം പറഞ്ഞ് ബലപ്പെടുകയായിരുന്നെന്ന് പറഞ്ഞു. നടന്ന സംഭവം പറഞ്ഞ ഇടിച്ച് അവറാച്ചൻ ഈ മാർഗത്തിൽ വന്നു. പിന്നീട് ഞാൻ അവറാച്ചനെ കണ്ടപ്പം അവറാച്ചൻ്റെ കടുത്തയിലും ഉണ്ടായിരുന്ന മാല അതെല്ലാം ഊരി മോതിരം ഉണ്ടായിരുന്നെല്ലാം കളഞ്ഞേച്ച് മീശയെല്ലാം പഠിച്ച് കരിക്ക് എത്തി വെച്ച പോലെ. നമ്മൾ റോഡിൽ പോകുമ്പം ആ നല്ല മൂർച്ചയുള്ള കത്തിക്ക് നടുക്കൊരു കൊത്തു കൊത്തിയേച്ച് അവറാച്ചനെ അതുപോലിക്കുക അടിച്ച്. അതായി മാർഗം. മനസ്സിലായോ? ഉപേക്ഷിച്ചതൊന്നും മണ്ടത്തരമല്ല. അപ്പൊ ആരംഭകാലത്ത് ഇങ്ങനെയൊക്കെ ഒത്തിരി ആക്ഷേപങ്ങളും നിന്ദകളും സഹിച്ചവരുണ്ട്. പണ്ടൊക്കെ, ഇപ്പോഴല്ലേ എല്ലാവർക്കും വാഹനമൊക്കെ പലർക്കും ആയത്. പണ്ടൊക്കെ ബസ്സേ വരും, ബസ്സേ കയറിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലർ നോക്കുന്ന നോട്ടം കണ്ട നമ്മൾ വണ്ടി വണ്ടി ആണ്ട് മോട്ടിച്ചോണ്ട് പോയതുപോലെ. നമ്മൾ സീറ്റ് കിട്ടാതെ ഞാൻ നിൽക്കണം, അവരിയ്ക്കുക ഇരുന്നാണ്. ഇവന്റെ നോട്ടം കണ്ടാൽ നേരത്തെ ആണ്ട് അടിച്ചു മാറ്റി വെച്ചാൽ നമ്മൾ ഇഷ്ടമല്ല പെന്തിക്കോസ്. ഇപ്പം നേരെ തിരിച്ചാ, നമ്മൾ അവരെയാ നോക്കുന്നത്. നേരെ ഇപ്പൊ തല തിരിഞ്ഞു, അത് പോട്ടെ. അപ്പൊ ഇത് ആരംഭകാലത്ത് ഒത്തിരി വില കൊടുത്ത പ്രിയപ്പെട്ടവരുണ്ട്. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം. ആരംഭകാലത്ത് വിശ്വാസത്തിന് വേണ്ടി നിന്ന് മരിച്ച ധാരാളം പേരുണ്ട്. മരുന്നെടുക്കാതെ എന്ത് കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. എടാ, മരുന്നെടുക്കുന്നവനും ചാകുന്നില്ലേ? ഇല്ലേ? മരുന്നെടുക്കുന്നവനും ചാകുക. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കും കഥ പോലെ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരു എല്ലാവരും മരിപ്പാ. അപ്പൊ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ആരംഭ സമയത്ത് ആരംഭ കാലയളവിൽ വളരെ പോരാട്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ച് ഈ മാർഗത്തിന് വേണ്ടി നിന്ന ദൈവമക്കളുണ്ട്. അതാണ് എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 32 പറയുക, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം. അവിടെ പ്രകാശനം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു, സാക്ഷാൽ പ്രകാശം യേശു ക്രിസ്തു. ഇന്ന് രാത്രി യേശു ക്രിസ്തുവാകുന്ന പ്രകാശം നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിന്റെ ഇരുട്ട് മാറും. സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു നിന്റെ ഭവനത്തിൽ പ്രകാശിക്കുമ്പോൾ നിന്റെ ഭവനത്തിന്റെ ഇരുള് മാറും. സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ദേശത്ത് ഉയർത്തപ്പെട്ടാൽ ദേശത്തിന്റെ അന്ധകാരം മാറും. അതാണ് 10-ാം അധ്യായത്തിൽ, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. അപ്പോൾ ഈ വാക്യം പഠിക്കുമ്പോൾ ആരംഭ സമയത്ത് വളരെ പോരാട്ടങ്ങൾ സഹിച്ച് ഈ മാർഗത്തിന് വേണ്ടി നിവരെ നിന്നവരാ. ഈ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ച ആരംഭ സമയത്ത് എങ്ങനായിരുന്നെന്ന് എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ആരംഭ സമയത്ത് ഇവരെങ്ങനായിരുന്നെന്ന് അവിടെ ചില വാക്യങ്ങളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ,
ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കണ് അനീതിയുള്ള ദൈവമല്ല. അപ്പോൾ ഈ വാക്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ആരംഭകാലത്ത് ഇവരെ കർത്താവിന്റെ വേലയ്ക്കും കർത്തദാസന്മാരെയും കർത്ത ശുശ്രൂഷയെയും ആവോളം ബഹുമാനിച്ചവരാ എബ്രായ വിശ്വാസികൾ. പഴയ ആൾക്കാർ, പഴയ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് 2 കോഴി മുട്ട ഇട്ടാലേ, അന്ന് കടിഞ്ഞു കോഴിയാ, കടിഞ്ഞു കോഴിയുടെ മുട്ട വലുതല്ലല്ലോ അല്ലേ അമ്മനമ്മേ, ചെറുതല്ലേ? കോഴിയെ കണ്ടിട്ടുണ്ടോ? ആട്ടെ, കടിഞ്ഞു കോഴി. അപ്പൊ കടിഞ്ഞു കോഴിയുടെ മുട്ട ചെറുതാ. അപ്പൊ പഴയ അമ്മമാരെ ഈ കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട പിള്ളേർക്ക് കൊടുക്കലെടുത്ത് പാത്ത് വെക്കും. അരിക്കകത്തോ പെട്ടിക്കകത്തോ ഒക്കെ ഭരണിക്കകത്തൊക്കെ പാത്ത് വെക്കും. ഇതുപോലെ സുലഭമല്ലല്ലോ വിശ്വാസികൾ, വിരളമാണ്. അപ്പം അന്നൊക്കെ ഇതുപോലെ ഉപദേശിമാർ നടന്നും ക്ഷീണിച്ചുമൊക്കെ ലഘുലേഖം കൊടുത്ത് വീടാന്തരം കയറി സുവിശേഷമൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ നടത്തി ക്ഷീണിച്ച് വരുമ്പോൾ ഒരു ദേശത്ത് ഒരു വീടേ ഉള്ളായിരിക്കും. അത് ലക്ഷ്യമാക്കി അവരും വരുന്നത്. നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഈ അമ്മമാർ പിള്ളേർക്ക് പോലും കൊടുക്കാതെ മാറ്റിവെച്ച മുട്ട പുഴുങ്ങി, കട്ടൻ കാപ്പി, പാലും ഒന്നും കാണുകയില്ല. കിഴക്കൻ നാട്ടിലാണെങ്കിൽ കാപ്പിപ്പൊടി കാണുകയില്ല. കാപ്പിക്കുരുവിന് തൊണ്ട അത് വറുത്ത് പൊടിച്ച്, ഹൈറേഞ്ചിലാണെങ്കിൽ പഞ്ചസാരയില്ല. ഇപ്പം പിന്നെ നമുക്ക് വിൽക്കാൻ വരെ ഇഷ്ടം പോലെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷേ യോഗം കഴിഞ്ഞ് വേണേൽ ഒരു 4 കിലോ തന്നേച്ച്. അപ്പോൾ ഇരിപ്പ് കാണുമ്പോൾ അറിയാം 3-4 കിലോ വിൽക്കാനുണ്ടെന്ന്. അപ്പോൾ പണ്ട് ഹൈറേഞ്ചിലൊക്കെ പഞ്ചസാര വിരളമാണ്. ചക്കരയുടെ ഒരു കഷണമാണ്. ഒരു കഷണം ചക്കരയും ഈ കട്ടൻ കാപ്പിയും 2 മുട്ടയും, ഇതൊക്കെ അന്ന് കൊടുത്ത അമ്മമാരുണ്ട്. അന്നത്തെ ഉപദേശിമാർക്ക് അന്നേലും മുട്ട കടിക്കാം. ഇന്ന് മുട്ട കൊണ്ട് കിടത്ത ചില പറയും, ഓ മുട്ട. പിന്നെ നിർബന്ധിച്ചാൽ പറയും ഒരു കാര്യം, ഉണ്ണി തങ്കമ്മ അങ്ങ് എടുത്തോ, വെള്ള അത് പിള്ളേർക്ക് വല്ലതും കൊടുക്കുക, അവന് ഉണ്ണിക്ക് വെള്ളം ഉണ്ടാക്കി നിൽക്കുക, വെള്ള മാത്രം. അങ്ങനത്തെ ഒരു പരിവക്കേടായി എല്ലാവരും, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ആരംഭകാലത്ത് ഇങ്ങനെയൊക്കെ ദൈവദാസന്മാരെയും ദൈവസഭയെ ശുശ്രൂഷിച്ച കുടുംബങ്ങളുണ്ട്. അവരെ ഒന്നും ദൈവം മറന്നില്ല. ആനവായം വരെയാ. പക്ഷെ ആ പെരയ്ക്കകത്തും യോഗം നടത്തി ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ വന്നപ്പോൾ വിശ്രമിക്കാൻ അതിൻ്റെ ഒരു മൂലയിൽ ഒരു തഴപ്പായും അവൻ പുതയ്ക്കാനൊന്നുമില്ല, വേറൊരു പായും കൂടെ കൊടുത്ത് ഈ പായ ചുരുണ്ടേ ചാപ്പ പുതയ്ക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. പക്ഷെ അവരെ ആരും ദൈവം മറന്നില്ല. ആ ചെറ്റപ്പര ഇരുന്നിടത്തെല്ലാം മാന്യമായ വീടുകൾ ദൈവം കൊടുത്തു. സ്തോത്രം. ഒരു സൈക്കിൾ പോലും ഇല്ലാഞ്ഞ വീടുകളിൽ 1-2 വണ്ടിയായി. ഇപ്പം ആ കാറിലുള്ള ഞൊളിഞ്ഞുള്ള ഇരിപ്പും ആ നോട്ടമൊക്കെ കണ്ട അത് വേറൊരു വിഷയം പോട്ടെ. എന്നാലും ദൈവം ആ പരുവക്കേടല്ല മാറ്റി. ഇത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാ. നീ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്താൽ, യേശുവിന്റെ വേലയ്ക്ക് നീ സാക്ഷിയായി നിന്നാൽ, നീയും നിന്റെ സന്തതിയും നിന്നാൽ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദൈവം നിന്നെയും നിന്റെ തലമുറയെ ഉയർത്തും. ഒരു ദോഷവും വരികയില്ല. ഇത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ നിശ്ചയം അതിന് പ്രതിഫലം കിട്ടും. നിന്റെ വീടൊന്ന് തുറന്നു കൊടുത്താൽ ആ സ്ഥാനത്ത് ദൈവം നിന്നെ മെച്ചമായി നൽകി നടത്തും. നിന്റെ തലമുറകളെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്താൽ ഒരു ദോഷവും വരികയില്ല. ഇത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്റെ വീട്ടിൽ ഒരു യോഗം വെക്കാൻ നിന്റെ വീടിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും, കുഞ്ഞുങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും, അപ്പറ കേട്ടിരിക്കുന്ന അയലത്തുകാരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അതാ യോഗത്തിന്റെ പ്രത്യേകത, ദൈവത്തിന് മഹത്വം. അങ്ങനെ ചെയ്തവരെ ദൈവം മറക്കത്തില്ല. അപ്പൊ ആരംഭകാലത്ത് എബ്രായ ക്രിസ്ത്യാനികൾ ഈ മാർഗത്തിന് വേണ്ടി നിന്നവരാ. ഇവർ തീഷ്ണതയോടെ ദൈവത്തെ സേവിച്ചവരാ. അങ്ങനെ സേവിച്ച ഇവരെ ദൈവം മറക്കത്തില്ല. എന്നാൽ ഇടക്കാലം കൊണ്ട് ഇവർക്ക് ക്ഷീണമുണ്ടായി. ഇങ്ങനെയൊക്കെ തീഷ്ണതയോടെ നിന്ന് ഇവര് ഇടയ്ക്ക് ക്ഷീണിച്ചു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് അത് മണ്ടത്തരമായോ അബദ്ധമായോ എന്നുള്ള ചിന്ത ഇവരുടെ അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവർ ക്ഷീണിച്ചു.
രണ്ട് വാക്യത്തിൽ ഇവരെ ക്ഷീണിച്ചു എന്ന് തെളിയുന്നുണ്ട്. 6-ന്റെ 12-ഉം 12-ന്റെ 12-ഉം 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകാം. അപ്പൊ ഈ വാക്യത്തിൽ ഇവർക്ക് മന്ദത ക്ഷീണമൊക്കെയായി. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ഇനി 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. അപ്പൊ ഈ രണ്ട് വാക്യത്തിൽ 6, 12, 12-ന്റെ 12-ൽ രണ്ട് വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവര് ക്ഷീണിച്ചു, കൈ തളർന്നു, കാല് കുടഞ്ഞു, മന്ദതയായി, മടുപ്പായി. കാരണം ഇവരുടെ ചിന്ത വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത് അബദ്ധമായോ. ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നീ പെന്തിക്കോസ് വന്നത് മണ്ടത്തരമൊന്നുമല്ല. അങ്ങനെ തന്നെ അങ്ങ് പറയാം. നീ പെന്തിക്കോസ് വന്നത് അബദ്ധം വന്നില്ല. ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 33 കൊല്ലമായി, ഇന്ന് വരെ തോന്നിയിട്ടില്ല മണ്ടത്തരമാണെന്ന്. ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴും എനിക്ക് സങ്കടമാണ്, നേരത്തെ വരാനൊത്തില്ലല്ലോ എന്നാ. ഇതുപോലെ ശ്രേഷ്ഠമായ ഒരു മാർഗം വേറെ ഇല്ല. രക്ഷപ്പെടാൻ പറ്റിയ മാർഗമാണ്. ഏത് വിധേനയും നീ യേശുവിനെ അറിഞ്ഞാൽ മതി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് വരെ തോന്നിയിട്ടില്ല മണ്ടത്തരമായി, അബദ്ധമായെന്ന്. ഇപ്പോഴും കൂടെ ചിന്താഭാരമാ, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ. ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ശ്രേഷ്ഠമേറിയ സ്ഥലത്താ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആരംഭ സമയത്ത് ഇവർ തീക്ഷ്ണതയോടെ നിന്നവരാണ് എബ്രായ വിശ്വാസികൾ. എന്നാൽ ഇടക്കാലം കൊണ്ട് ഇവർ ക്ഷീണിച്ചു. ആ ക്ഷീണിച്ചതിന്റെ 2 വാക്യമാ കേട്ടത്. ഇനി ക്ഷീണിക്കാൻ തന്നെ കാരണം, ക്ഷീണിക്കാൻ 2 കാര്യം. അത് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് കണ്ണികയിൽ. 1 ദുർമനസാക്ഷി, 2 ശുദ്ധ ഹൃദയമില്ല. 1 മനസാക്ഷി അങ്ങ് മരവിച്ചു, 2 ഒരു നല്ല ഹൃദയമില്ല. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. നമുക്ക് മനസാക്ഷി നല്ലതായിരിക്കണം. മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും പറയരുത്, ഒന്നും പ്രവർത്തിക്കരുത്, ഒന്നും ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയും, ഒരു ഭിക്ഷക്കാരനാ വന്നത്, കൊടുക്കാനൊന്നുമില്ലെങ്കിലും പട്ടിയെ തുറന്നു വിടരുത്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ആരാ എൻ്റെ കൂടെ വന്ന്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞു, അവരല്ലേ സൂക്ഷിക്കേണ്ട, നമ്മളാണോ? അവരുടെ പട്ടിയെ അവരല്ലേ സൂക്ഷിക്കണ്ടേ? യോടി ഗേറ്റിൽ എഴുതി വെച്ച പട്ടിയുണ്ട്, നമ്മളങ്ങോട്ട് കയറുന്നില്ലല്ലോ. പട്ടിയുണ്ട്, എടാ നിന്റെ പട്ടിയെ നീ സൂക്ഷിക്കേ. ഒരു കാര്യം പറയാം, ഗുണമൊന്നും ചെയ്യാനൊത്തില്ലെങ്കിലും ദോഷമൊന്നും ചെയ്യരുത്. പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ഭിക്ഷക്കാരനാ നമ്മുടെ വീട്ടിൽ വരുന്നെങ്കിലും വിശന്നാ വരുന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നേരം ഭക്ഷണം കൊടുത്തു വിടണം. മനസ്സിലായോ? എന്നുവെച്ച് മുറുക്ക കൈയടിച്ച് ഉറക്ക അല്ലേലിയാ പറയണം. കൈ അറത്താ ഉപ്പ് തേക്കുകയല്ല. ഭിക്ഷക്കാരനെ കണ്ടവൻ പട്ടിയം തുറന്നു വിട്ട് കടകിന് കുറ്റിയിട്ട് എന്താ കറുത്ത ഗ്ലാസ്സെ കൂടെ നോക്കുക പോകുന്നുണ്ടോ. സഭ ഞായറാഴ്ച വേദപുസ്തകമൊക്കെ ആയിട്ടുള്ള ഓട്ടം കാണണം. എന്തോ സ്പീഡിലാണ് ഓടുന്നത്. അയ്യോ എവിടെ പോകുന്നു, വർഷിപ്പ് നടക്കില്ലേ? മനസ്സിലാകുന്നോ? നല്ലൊരു മനസാക്ഷി വേണം. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു 10 തേങ്ങ ഇട്ട് തൊട്ടപ്പുറത്തവർക്ക് തെങ്ങും തേങ്ങ ഇല്ല, ഒരു തേങ്ങ അങ്ങോട്ട് കൊടുക്കേ, നമുക്ക് 10 തേങ്ങ കിട്ടി മതി. 10 തേങ്ങ, ഒരു മൂട് തേങ്ങയുള്ളൂ മതി, 10 എണ്ണം കിട്ടി. അപ്പുറത്തുകാർക്ക് തെങ്ങില്ല, അപ്പൊ 10 തേങ്ങ കിട്ടിയാൽ ഒരെണ്ണം മിണ്ടുകയല്ല. അവർക്ക് ഒരെണ്ണം പെയ്ത്തോമില്, 8 എണ്ണം മിക്കവാറും. അല്ല, ഞാൻ എൻ്റെ ഓർഡർ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. മനസാക്ഷി വേണ്ടേ? ഞാൻ എപ്പോഴും സഭയിലുമൊക്കെ പറഞ്ഞ് ഞാൻ പറയും, നമ്മുടെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി, അടുത്തടുത്ത് വീടാണെങ്കിൽ അപ്പുറേ പ്രായമുള്ള അമ്മയും അപ്പനും ചിലപ്പോൾ കുഞ്ഞുങ്ങളും ഒക്കെ കാണും. നിങ്ങൾക്കറിയാം, ഭക്ഷണം പാകപ്പെടുത്തുമ്പോൾ അതിൻ്റെ സ്മെല്ലും ഒക്കെ വരുമല്ലോ. ചിലപ്പോൾ അപ്പുറേ പ്രായമുള്ള അപ്പനും അമ്മയും കാണും, അവർക്ക് ഈ മണം ചെല്ലും. കുഞ്ഞുങ്ങളും ചിലപ്പോൾ ഇത് മണം അവർക്കും മനസ്സിലാകും. ഒത്തിരിയൊന്നും ചിലപ്പോൾ കൊടുക്കാൻ കാണുകയല്ല, യഥേഷ്ടം ചിലപ്പോൾ കണ്ടെന്നും വരികയില്ല. എങ്കിലും ആ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം അപ്പുറത്തുകാർക്ക് കൊടുക്കണം. പറഞ്ഞിട്ട് ബാക്കി വരുന്നെല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നാളെ എടുക്കാമെന്ന് ഓർത്തിരിക്കുക. അന്നാരാ? അല്ല, മിക്കവരും അങ്ങനെ. ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നിനക്ക് ദീനവും കൂടും, ഗുണവും വരികയില്ല. അത് അവർക്ക് കൂടി ഇച്ചിരി കൊടുക്കേ. നല്ലൊരു മനസാക്ഷി.
സഭയിൽ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പം ഒന്ന് നോക്കണം അടുത്തിരിക്കുന്നവരെയൊക്കെ. അവർക്ക് വസ്ത്രം ഇല്ല, അല്ലെ പഴകിയതാ. നിനക്ക് നല്ലതുണ്ടെങ്കിൽ അവർക്ക് 2 ജോഡി കൊടുക്കണമെന്ന് മിണ്ടുന്നില്ലല്ലോ. 10 കോടിക്കും 2 കോടിക്കും 5 കോടിക്കും ഒക്കെ വീട് വെക്കുമ്പോഴേ കൂടെ ആരാധിക്കുന്ന സഹോദരന് കയറി കിടക്കാൻ ഒരു മുറിയില്ല. ഒത്തിരി ഒന്നും കൊടുക്കാൻ എല്ലാവരെയും കൊണ്ട് ഒക്കത്തില്ല. എങ്കിലും അവനെ ഒന്ന് പരിഗണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു മനസാക്ഷി നമുക്ക് വേണം. സ്തോത്രം. അങ്ങനെയുള്ളവരെ ദൈവം ആദരിക്കും. അപ്പൊ 2 കാര്യം കൊണ്ട് ഇവര് അകന്നു പോയി. 1 ദുർമനസാക്ഷി, 2 ഒരു നല്ല ഹൃദയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കൊരു നല്ല ഹൃദയം വേണം. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു വന്നു. ഈ ഹൃദയം എല്ലാത്തിനേക്കാളും കപടമേറിയതാണ്. ഇതിനകത്ത് ആ ദുശ്ചിന്തയും പകയും ഈ വൈരാഗ്യവും കുശുകുശുപ്പും പിണക്കവും എല്ലാം ഇതിനകത്തിരിക്കുക. ഇതിനകം ക്ലിയർ ആകണം. ഇതിനകം ക്ലിയർ ആകാതെ എന്ത് ചെയ്താലും ഗുണമാകില്ല. നല്ലൊരു ഹൃദയം വേണം. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, അവരെ കരുതുവാൻ, അവരെ ആദരിക്കുവാൻ പറ്റുന്ന നല്ലൊരു ഹൃദയം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നമുക്കൊരു നല്ല ഹൃദയം വേണം. ഞാൻ പിന്നെ പറയാനുണ്ട്, ക്രിസ്ത്യാനികളിൽ സിംഹഭാഗം ആൾക്കാർക്കും ഹൃദയമില്ല. കാരണം എല്ലാവരും ഹൃദയം കർത്താവിന് കൊടുത്തേച്ച് വന്നിരിക്കുക. നമ്മൾ നോക്കിയാൽ ഹൃദയം, ഞാൻ 82 കൊടുത്തതാ എൻ്റെ ഹൃദയം. അപ്പം അതിൻ്റെ അർത്ഥം ഇപ്പം ഹൃദയമൊന്നും ഇല്ല. ഹൃദയമില്ലാത്തതിൻ്റെ 1-2 തെളിവ് ഞാൻ തരാം. 1-2 തെളിവ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. 1-2 തെളിവ്. ഞാൻ പറയുന്നില്ല, വെറുതെ ആലോക്യം ഉണ്ടാകും. വെറുതെ എന്തിനാ? ഒരെണ്ണം പറയണോ? എന്നാൽ 2 ആയിക്കോട്ടെ. പണ്ട് അത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു അമ്മയും ബന്ധുക്കാരുമായിട്ട് വഴക്കുണ്ടാക്കി. മോടെ കൊച്ചിനെ എടുത്തുകൊണ്ട് ബന്ധുക്കാരി പോയി. അവസാനം കേസായി. കോടതി വെച്ച് തീർക്കുക. അപ്പോൾ ഈ തള്ളമാർ തമ്മിൽ, പഴയ കാലമല്ലേ, ഇവിടുത്തെ തള്ള പറഞ്ഞു, നിന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു ബന്ധുക്കാരിയോട്. എൻ്റെ കൊച്ചിനെ മോട്ടിച്ചോണ്ട് നിന്നെ ഞാൻ അടിക്കുക. അപ്പം അടി കൊള്ളാതിരിക്കാൻ അവർ കോടതി വെച്ച് തീർക്കുക. കോടതി കയറി അടിക്കാനൊന്നും നോക്കത്തില്ല. അപ്പം ഈ തള്ള നേരത്തെ അവിടെ ചെന്ന് വാതിക്കാൻ നിൽക്കുക കോടതിയുടെ വെളിയിൽ. അപ്പം മറ്റേ തള്ള ചുവായിട്ട് വരുന്നു. അപ്പം അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നു. അകത്ത് കയറിയാൽ തല്ലാനൊക്കത്തില്ല. അപ്പം പോലീസുകാരനോട് പറഞ്ഞു, സാറേ, ആ വരുന്നവളെ ഞാനൊരു അടി അടിക്കും. പെന്തിക്കോസുകാരൊന്നും അല്ല കേട്ടോ. ആ വരുന്നവളെ ഞാനൊരു അടി അടിക്കും, സാറിന് 25 രൂപ തരാമെന്ന്. അന്നത്തെ കാലമാണ് 25 രൂപ. അപ്പം അതല്ല വിഷയം, പോലീസുകാരൻ്റെ ഡയലോഗാ. പോലീസുകാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, 4 അടിച്ചു 100 തികച്ചു തരാൻ. 4 അടി അടിച്ചു. പുള്ളിക്ക് 100 രൂപയ്ക്ക് ആവശ്യമായിട്ടിരിക്കുക. അപ്പം 4 അടി അടിച്ചു 100. അന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് 100 എടുത്ത് കൊടുത്തേച്ച് കയറി ചെന്ന് 4 അടി എന്ന് പറഞ്ഞാൽ 1 പറയാനല്ലേ പറഞ്ഞേ, 2 പറയാം. നല്ലൊരു ഹൃദയം നമുക്ക് വേണം. നല്ല ഹൃദയം. പലർക്കും ഹൃദയമില്ല. കാരണം പറയാം, സ്വന്തം സഹോദരനെ അടുത്ത് താമസിക്കുന്ന മിണ്ടുന്നില്ല. 1, സ്വന്തം അപ്പനും അമ്മയും അനാഥാലയത്തിൽ കിടക്കുക. 2, ഇനി വേണോ? തരാം, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സഭയിലായിരുന്നു ആരാധിക്കുന്നത്, അപ്പം നുറുക്കി കൊണ്ടുവരിക, മിണ്ടുന്നില്ല. 3, കൂടെ ആരാധിക്കുന്നവന് 1 സെന്റ് ഭൂമിയില്ല, കയറി കിടക്കാൻ ഇടമില്ല. നീ 3 കോടിയുടെ വീട് വെച്ച് മാളികയ്ക്കകത്ത് താമസിക്കുന്നു. 4, ഇനി വേണോ? ഇന്ന് ഇത് മതി, നീ ബാക്കി അവർ പിന്നെ പറയും. നമുക്ക് നല്ലൊരു ഹൃദയം വേണം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ല ബനദിനിലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ല ബനദിനിലൊരു വാദം. എന്നാൽ ദുർമതികൾ സൂക്കികളെ ഭൂമതിലിടറിയ ഉള്ളം തിരതുല്യം.
കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരെ വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരെ വ്യർത്ഥം. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് ഇവര് തീക്ഷ്ണതയോടെ നിന്നു. അതാ ഞാൻ പറഞ്ഞത്, പോരാട്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ച് നിന്നു. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അങ്ങനെ ശുശ്രൂഷിച്ച് നിന്നവർ. എന്നാൽ ഇടക്കാലം കൊണ്ട് ഇവർ ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് തെളിവാണ് 2:6-12 വായിപ്പിച്ചത്. കൈ തളർന്നു, കാല് കുഴഞ്ഞു, മന്ദതയായി. എന്തുകൊണ്ടാണ് ഇവർ ക്ഷീണിക്കാൻ കാരണം? ആ ക്ഷീണിക്കാൻ 2 കാര്യം. ആ 2 കാര്യമാണ് ഇവിടെ ഓർപ്പിച്ചത്. 1, ദുർമനസാക്ഷി. 2, നല്ലൊരു ഹൃദയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ലൊരു ഹൃദയം വേണം. ഈ ഹൃദയം ശരിയാകാതെ എവിടെ പോയാലും രക്ഷപ്പെടുകയല്ല. മനസ്സിലായോ? ഹൃദയത്തിനകത്ത് പകയും വിദ്വേഷവും വൈരാഗ്യവും ഇതെല്ലാം കുമിഞ്ഞു വെച്ചേച്ച് വെളുപ്പിനെ നിർമാല്യം തൊടുന്നത് കൊണ്ട് രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പണ്ട് തൊഴുതറ 5 മണിക്ക് പോയി തൊടുത്ത് നിൽക്കുക. ഹൃദയം ശരിയല്ല. സ്വന്തം സഹോദരനോട് മിണ്ടുന്നില്ല, മാതാപിതാക്കളെ അന്വേഷിക്കുന്നില്ല, അയലത്തുകാരോട് മിണ്ടുകയല്ല. നീ പോയിട്ട് യാതൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നതല്ല, അങ്ങനെ സ്വന്തം സഹോദരങ്ങളോട് മിണ്ടാതെ, മാതാപിതാക്കളെ അന്വേഷിക്കാതെ, സഹോദരങ്ങളോട് സ്നേഹിക്കാതെ വെളുപ്പിനെ പെന്തിക്കോസി തമ്പേർ കൊടുത്തോണ്ട് പോകും. കുമ്പനാട്ടിൽ നിന്ന് 3 തമ്പേർ മേടിച്ചു. തമ്പേർ തല്ലി പൊട്ടിക്കാന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. മേപ്പൊട്ടിക്കുമ്പോൾ തവളയാടും പോലെ ചാടാ, ഗുണമൊന്നും വരികയല്ല. ഹൃദയം നല്ലതാകണം. മറ്റുള്ളവരെ കരുതുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, സഹോദരങ്ങളോട് സ്നേഹത്തിൽ ഇടപെടണം, മറ്റുള്ളവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെ തിരുവചനം പഠിപ്പിക്കുന്നതാ. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. നല്ലൊരു ഹൃദയം വേണം, നല്ല ഹൃദയം. അത് ദൈവം ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇവരെ ക്ഷീണിക്കാൻ 2 കാരണമാ. 1, ദുർമനസാക്ഷി. 2, നല്ല ഹൃദയമില്ല. ഈ 2 കാരണത്താൽ ഇവർ ക്ഷീണിച്ചു. അപ്പൊ ഇങ്ങനെ ക്ഷീണിച്ച് ഇവർ അകന്നു പോയി. എന്നാൽ അകന്നു പോയവര് അതിലേ അങ്ങ് പോട്ടെന്നല്ല ദൈവത്തിന്റെ തിരുഹിതം. അവരോട് പറയുക, നിങ്ങള് സാഹചര്യവശാൽ അല്ലെ ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിൽ, ജീവിതത്തിന്റെ വിഷമസന്ധികളിലൊക്കെ പല വിഷയങ്ങളിൽ ദൈവത്തോടും ദൈവവചനത്തോടും കൂട്ടായ്മയോടും ക്രിസ്തുവിനോടും നിങ്ങൾ അകന്ന് ദൂരത്തായി നിൽക്കുന്നത് സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ അങ്ങനെ അകന്ന് മാറി നിൽക്കേണ്ടവരല്ല. ഇന്ന് രാത്രി നിങ്ങൾ അടുത്തു വരിക, ധൈര്യത്തോടെ അടുത്തു വാ. ഈ അടുത്തു വരുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഇവരോട് 3 കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ അടുത്തു വരണം. അതിന്റെ കാരണം എന്നാണെന്നറിയോ? 1, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. 2, അടുത്തു വരാൻ ഇവരെ പ്രബോധിപ്പിക്കുക. നമുക്ക് വേണ്ടി സ്തോത്രം, രക്തം ചിന്തി, ആ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. സകല പാപങ്ങളും പരിഹരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തം ഇന്ന് രാത്രി വ്യാപരിക്കുന്നത് കൊണ്ട് അകന്ന് നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. 3, അടുത്തു വരാൻ പറയാനുള്ള കാരണം, നമുക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ ഇന്ന് രാത്രിയിലും ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. മഴയുടെ ബുദ്ധിമുട്ടും മൈക്കിന്റെ പ്രയാസമുള്ളത് കൊണ്ട് പ്രാരംഭത്തിൽ പല ബുദ്ധിമുട്ടുകൾ നേരിട്ടു. 9 മണിക്ക് യോഗം നിർത്താനാ നേരത്തെ നിശ്ചയിച്ചത്. എന്നാൽ ബഹുമാന്യ കർത്തദാസൻ അത് 9:30 വരെ അനുവദിച്ചു. അതുകൊണ്ട് 9:30 ആകുമ്പോൾ മെസ്സേജ് നിർത്തും. പ്രാരംഭത്തിൽ അല്പം ബുദ്ധിമുട്ട് വന്നെങ്കിലും ദൈവം ഇത്രത്തോളം സഹായിച്ച് ഇങ്ങനെ സംസാരിപ്പാൻ അവസരം ദൈവം തന്നല്ലോ. ആ മൈക്കിൻ്റെ ആദ്യത്തെ പ്രയാസം വന്നപ്പോൾ ഞാൻ ഓർത്ത് മിക്കവാറും നടുക്ക് നിന്ന് 2 പാട്ടുമൊക്കെ പാടി പോകുക എന്നാ ചിന്തിച്ചത്. എന്നാലും ദൈവം കാരണം ചെയ്തു. ആവശ്യമുള്ളതൊക്കെ ദൈവം നമുക്ക് ഇന്ന് രാത്രി തരിക. ഒന്നുകൂടെ ആവർത്തിക്കാം, ധൈര്യത്തോടെ അടുത്തു വരണം. ആരംഭ സമയത്ത് ഇവർ അടുത്ത് നിന്നവരാ. എന്നാൽ ഇടക്കാലം കൊണ്ട് ഇവർ അകന്നു, ക്ഷീണിച്ചു. ക്ഷീണിച്ചത് 2 കാരണങ്ങൾ നിമിത്തം ഓർപ്പിച്ചല്ലോ. 1, ദുർമനസാക്ഷി. 2, ഒരു നല്ല ഹൃദയം
ഇല്ല. ഈ രണ്ട് കാരണങ്ങളാൽ ഇവർ അകന്നു പോയവർ അതിലെ അങ്ങ് പോകട്ടെന്നല്ല ദൈവത്തിന്റെ ഹിതം. അവരോട് പറയുക, നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, മടുത്തു പോകരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വരണം. 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചേച്ചാ ഇവരെ വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാരണമാ, യേശു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇത് പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതൊന്നുമല്ല, പണ്ടത്തെ വഴി ഒന്നുകൂടെ ഇണക്കിയെടുത്തതല്ല. ഇതൊരു പുത്തൻ വഴിയാ. ഈ വഴി നമുക്ക് വേണ്ടി ഒരുക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, സർവജ്ഞനായ ദൈവം കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി നമുക്കൊരുക്കിയ പുത്തൻ വഴിയാ. മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ തിരുവെടുത്ത് മുന്നമേ എഴുതി വെച്ചതുപോലെ അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചു. ആമേൻ. ശിഷ്യന്മാരുമായി അന്ത്യത്താഴം കഴിച്ച് ഒടുവിൽ സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയി. അന്ന് രാത്രി ആമേൻ അതെ കിദ്രോൻ തോട് കിടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ യൂദയുടെ ഒറ്റിക്കൊടുപ്പിനാൽ വാളും വടിയും തീവട്ടിയും പന്തങ്ങളുമായി അന്ന് രാത്രി യേശുവിനെ പിടിച്ചു കെട്ടുവാൻ, യേശുവിനെ ഉപദ്രവിക്കുവാൻ അവൻ അടുത്തു വന്നു. നിങ്ങൾ ആരെ തിരികുന്നു എന്ന് കർത്താവ് ചോദിച്ചു. യൂദ കടന്നു വന്ന ഭാഗം നമുക്കറിയാം. കർത്താവിനെ ചുംബിച്ചു. യൂദയെ ചുംബനം കൊണ്ടാണോ മനുഷ്യപത്തിനെ ഒറ്റുകൊടുക്കുന്നത്? അങ്ങനെ ചുംബിച്ച യേശുവിനെ അവര് പിടിച്ചു കെട്ടി. ഒരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ പിടിച്ചു കെട്ടുമ്പോൾ അന്ന് രാത്രി യേശുവിനെ പിടിച്ചു കെട്ടി. അവൻ ഇടയനെ വെട്ടി, ആടികൾ ചെതറി എന്നുള്ള വചനം നിവർത്തിയായി. അങ്ങനെ നമ്മുടെ കർത്താവിനെ അന്ന് രാത്രി അവര് അടിച്ചും നടത്തിയും അവൻ പല കോടതി കൊണ്ട് മാറി വിസ്തരിച്ചു. അവൻ നിങ്ങൾക്ക് ഭാഗമെല്ലാം അറിയാം. കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കണ്ണത്തടിച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി, മുൾക്കിരീടം കൊണ്ടുവന്ന് തന്റെ ശിരസിൽ തറച്ചു. ചാട്ടമാറുകൊണ്ട് അവൻ തന്റെ ശരീരത്തിൽ അടിച്ച് അവൻ ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇരുന്ന് അവിടുത്തെ തിരുശലിൽ നിന്ന് മാറിപ്പോയി. സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കണ്ട് ദർശനത്തോടെ എഴുതി, അവിടുത്തെ മുതുക ഉടവുചാല് പോലെ നീളത്ത് കീറി. ഓരോ അടി അവൻ ഈയക്കട്ടയും ഉൾക്കൊള്ളത്തും ചൂണ്ടലും കുതിരയുടെ തോല് നാരായി പിരിച്ച് കീറി അതിന്റെ അറ്റത്തതെല്ലാം കെട്ടിയാണ് അവൻ അടിക്കുന്നത്. ദാക്ഷിണ്യമില്ലാതെ കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് അടിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് പച്ചമാംസം ഇരുന്ന് വരികയാ. ഇങ്ങനെയാണ് നമുക്കൊരു വഴി ഒരുക്കി തന്നത്. ഇന്ന് രാത്രി അവിടുത്തെ പങ്കപ്പാടനെന്ന് ഓർക്കണം. ഞാൻ ഇന്നും നീതീകരിക്കപ്പെടുവാൻ, ഞാൻ ഇന്നും രക്ഷപ്പെടുവാൻ, ഞാൻ ഇന്നും ഗുണീകരിക്കപ്പെടുവാൻ, എനിക്ക് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാൻ, എനിക്ക് നിങ്ങൾക്ക് സമാധാനമുണ്ടാകുവാൻ, എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ, എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ സർവജ്ഞനായ ദൈവം നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചു. ഇന്ന് രാത്രി അവിടുത്തെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, മാതാവേ, പിതാവേ, അറച്ചും മടിച്ചും നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. ചിലർക്ക് വരണമെന്നുണ്ട്, പക്ഷേ പാസ്റ്റേ വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞാൽ എന്തോ കുടുംബമാണെന്നറിയാം. എന്നാ കുടുംബം? ഞങ്ങളുടെ ആൾക്കാർ, എൻ്റെ ആൾക്കാരുടെ വിശേഷം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഒരു കാര്യം പറയാം, തർക്കം വല്ലതും ഉണ്ട് ഇപ്പം പറയണം. എടാ, ഇവിടെ ഭൂതലത്തിലുള്ള സകല മനുഷ്യൻ്റെ ഒറ്റ ഒരുത്തനിൽ നിന്ന് വന്നതാ. അതെ, ഒരു തർക്കവും ഇല്ല. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുക, അതങ്ങനെ തന്നെ. പിന്നെങ്ങനെ ഈ ശ്രേഷ്ഠതയെല്ലാം വന്നേ? അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം കാലാവസ്ഥ, ഭക്ഷണം, ജീവിതചര്യ, പഠനം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം, ഓരോരോ സംസ്കാരം, അതുകൊണ്ടാണ് ഇങ്ങനെ പല കളറിലും പല രൂപത്തിലും പല പരുവത്തിൽ വന്ന് ഇരിക്കുന്നത്. എല്ലാം ഒറ്റ ഒരുത്തൻ്റെതാ. തർക്കം വല്ലതും കൊണ്ട് എഴുന്നേറ്റ് ഇപ്പം പറയണം, ഞാൻ പോയി കഴിഞ്ഞേച്ച് പറയരുത്. ഒറ്റ ഒരുത്തൻ്റെയാ. അങ്ങനെ ആ പുസ്തകത്തിൽ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഈ കേരളത്തിൽ തന്നെ എന്നോട് ഒരിക്കൽ ഒരുത്തൻ വന്ന് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ എല്ലാവരെയും പോലല്ല. ഞാൻ ചോദിച്ചാൽ ഞങ്ങൾ യഹൂദന്മാരാന്ന്. അവൻ ഇരിക്കുന്നത് വറകലം പോല. അടുപ്പേ പണ്ട് വറകലം, ഓമനയമ്മ കണ്ടിട്ടില്ലേ? വറകലം കണ്ടിട്ടുണ്ടോ?
തീ കൊണ്ട് കത്തിക്കുമ്പോഴേ അടുപ്പേ വെക്കുന്ന വറകലം അതിൻ്റെ പുറം എങ്ങനെ ഇരിക്കുന്നേ? കരി പിടിച്ച് കറുത്ത, നന്നായിട്ട് കറുത്ത. അങ്ങനെ ഇരിക്കുന്നവൻ എന്നോട് പറഞ്ഞേ ഞങ്ങൾ യഹൂദന്മാരാണ്. ഞാൻ പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ഇനി വേറെ ആരോടും ചെന്ന് ഈ പൊട്ടത്തരവൊന്നും അയനാ എടാ യഹൂദനാന്ന് പറഞ്ഞാൽ നാണക്കേടാ. അയനാ ഞാൻ പറഞ്ഞു നീ ഒരു വാക്യം ഒന്ന് വായിച്ചേ, അന്നേരം നിനക്ക് മനസ്സിലാകും. ഒന്ന് വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3:15, 2:15 ഒന്ന് വായിച്ചേ. അതാ ആ വാക്യമാണ്, അതല്ലേ? യഹൂദർ കർത്താവായ യേശുവിനെയും. ഞാൻ പറഞ്ഞു ഞാൻ യഹൂദനാന്ന്. ഞാൻ പറഞ്ഞു നീ ഈ വാക്യം ശ്രദ്ധിക്കണം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും. എങ്ങനെയുണ്ട് ഇവന്റെ എല്ലാം സ്വഭാവം? യഹൂദർ കർത്താവാകുന്ന യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും പിന്നെ ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. അപ്പോസ്തലനായ പൗലോസിനെ വരെ ഓടിച്ച വിരുദ്ധന്മാരാ. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. അടുത്തതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവന്മാരും സകല മനുഷ്യർക്കും വിരോധികളും. സകല മനുഷ്യർക്കും ഇവൻ കോടാലിയ വിരോധികളും. പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞേ ഇരിക്കട്ടെ, ഇനി നെടുക നടന്ന് ഞങ്ങൾ യഹൂദനാന്ന് നിന്നെപ്പോലെ നാശം ഒപ്പിക്കുന്നവന്മാര്. അവൻ പറഞ്ഞു എന്നാ ഇനി ആരോടും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞു. അതാ നിനക്ക് നല്ലത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് എല്ലാം ഒരു തന്നെ സന്തതിയാ. പിന്നെ വർഷങ്ങളുടെ വ്യതിയാനം കൊണ്ട് മുമ്പേ ഓർപ്പിച്ചല്ലോ, ഭക്ഷണക്രമം, ജീവിതചര്യ, കാലാവസ്ഥ അതൊക്കെ കണ്ട് വ്യത്യാസം വന്നെന്നാ. നമ്മുടെ ഇവിടെയും കറുത്ത ആൾക്കാരുണ്ട്, അമേരിക്കയിലും കറുത്തവരുണ്ട്. പക്ഷെ കാഴ്ചക്കല്പം അവർക്ക് കുറച്ചുകൂടെ ക്ലേസിങ് ഉണ്ട്. എന്ത് വന്നോ നീ ചോക്ലേറ്റ് എല്ലാം തിന്നുന്നതാണോ? നമ്മൾ സഹോദരി പറഞ്ഞ ആഞ്ഞിലിക്കുരു വറുത്ത്, അതാ നമ്മുടെ ചോക്ലേറ്റ്. ആഞ്ഞിലിക്കുരുവേ അതെല്ലാം ഓട്ടുപറ വറുത്തച്ചാൽ മുറത്തിലിട്ട് പഴയ നാഴി മുളനാഴിക്ക് ആഞ്ഞൊന്ന് ഉരുട്ടിയേച്ചേ പേറ്റി അതെല്ലാം നട്ട്സ് കഴിക്കുന്നത് പോലെ ആഞ്ഞിലിക്കാക്കുരു. അത് അവരങ്ങനല്ലേ ചുമ്മാ ഇരുന്ന് പറഞ്ഞാണ്ടി യോഗത്തിനിടയിൽ തന്നെ ഇരുന്ന് ചൂയിങ്ങം തിരുന്ന ചില എരണം കെട്ടവന്മാരുണ്ട്, പാസ്റ്റർമാരും ഉണ്ട് ചിലര്. യോഗത്തിനെങ്കിലും മര്യാദയ്ക്കിരിക്കേ, ദൈവസന്നിധിയാന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ? ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദന്മാർ ഈ വിധത്തിൽ പ്രവർത്തിച്ചവരാ. എന്നാൽ ഒരു കാര്യം പറയാം, യേശുക്രിസ്തു മുഴു ലോകത്തിനും വേണ്ടി ജീവനെ തന്നവനാ. അവിടുത്തെ ദേഹമെന്ന തിരശീല ചിന്തി എനിക്ക് നിങ്ങൾക്കും ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചു നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ധൈര്യത്തോടെ ഇന്ന് രാത്രി കടന്നു വാ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആഹ്വാനം നടത്തുക, കടന്നു വരിക, അടുത്ത് വരിക. ഒരു പുത്തൻ വഴി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ വഴി വന്നാൽ ആരും നിന്നെ തടയത്തില്ല. ഈ വഴി വന്നവനെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഈ വഴി വന്നവനെല്ലാം രക്ഷയും സന്തോഷവും പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ പുത്തൻ വഴി നിനക്ക് വേണ്ടി തുറന്നതാ. ഇന്ന് രാത്രി ഈ വഴി നിനക്ക് വേണ്ടി തുറന്നതാ. അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, മാറിടാത്ത യേശുനാഥൻ
യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നിനക്കൊരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. ധൈര്യത്തോടെ വാ. 2, അടുത്തോട്ട് വരാനും ആഹാരം കൊടുക്കുമ്പോൾ പറയുക, ഇവിടെ ഒരു പരിശുദ്ധ രക്തമുണ്ട്. ആ രക്തം ഇവിടെ തളിക്കുന്നത് കൊണ്ട് ധൈര്യത്തോടെ അടുത്തോട്ട് വാ. ഈ രക്തത്തിന്റെ പ്രത്യേകത യേശുവിന്റെ പരിശുദ്ധ രക്തമാ. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് പാപം മോചിക്കുന്ന രക്തമാ. എന്താ യേശുവിന്റെ രക്തത്തിന്റെ വിശേഷത? ഇത് പുണ്യാക രക്തമാ. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ വിലപ്പെട്ട രക്തമാ. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് രോഗശാന്തി തരുന്ന രക്തമാ. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? നിനക്ക് സമാധാനം നൽകുന്ന രക്തമാ. എന്താ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? ആമേൻ, നിന്നെ വിടുവിക്കുന്ന രക്തമാ. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിന്നെ യോഗ്യരാക്കി തീർത്ത രക്തമാ എന്ന് പറഞ്ഞ ഈ രക്തത്തിന്റെ വിശേഷത സത്യദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് യോഗ്യത വരുത്തിയ രക്തം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തത്തിന്റെ വിശേഷത നമുക്ക് ജയം തരുന്ന രക്തമാ. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ നിരാശയുടെ വലച്ചുടിയിൽ ആരെയും അകപ്പെട്ട് കിടക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, ലഹരി പദാർത്ഥം പരിഹാരമല്ല, നാട് വിട്ടോടുന്ന പരിഹാരമല്ല, റെയിൽവേ പാളത്തിൽ തലവെക്കുന്ന പരിഹാരമല്ല, പനാമറടിക്കുന്നത് പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. പാടുന്നവരും മൈക്ക് സെറ്റ് വർക്ക് ചെയ്യുന്നവരോടെല്ലാം കൂടെ, മോനെ രക്ഷിക്കപ്പെട്ടതാണോ? ഇതെല്ലാം വർക്ക് ചെയ്തേച്ച് നരകത്തിൽ പോകരുതേ. ചാകാത്ത പുഴുവും കെടാത്ത തീയും ഉണ്ട്. മൈക്ക് ചിലപ്പോൾ അല്പം കാലാവസ്ഥയൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഭാരപ്പെടണ്ട. പക്ഷേ ഇതിനല്പം അപാകത വന്നാലും അങ്ങോട്ട് പോകരുതേ. സ്വർഗത്തിൽ വരണേ. അതിന് 5 പൈസ മുടക്കണ്ട. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ യോഗം നിങ്ങൾക്കൂടെ ഗുണത്തിനുള്ള യോഗമാണ്. സെറ്റെല്ലാം വർക്ക് ചെയ്ത് എല്ലാം നന്നായിട്ട് കാശും മേടിച്ചുകൊണ്ട് ഓടുകയല്ല. ഒന്ന് കാശ് അവർ കാശ് തരും, പേടിക്കൊന്നും വേണ്ട. അത് വേറൊരു വിഷയം. കിട്ടിയാലും കിട്ടിയില്ലേലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. യേശു ക്രിസ്തുവായ ഏകരക്ഷകൻ. വീഡിയോ എടുക്കുന്നവർ പിന്നെ ദൈവമക്കളാണല്ലോ, അല്ലേ? മോനെ ഏസബേല കൂടുന്നേ ഓർത്തഡോക്സിലോ ആയിക്കോട്ടെ, പക്ഷേ രക്ഷിക്കപ്പെടണേ, നരകത്തിൽ പോകരുതേ. യേശു മാത്രമാ രക്ഷകൻ. രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം. ഇതെടുത്തില്ലെങ്കിലും നമുക്ക് അങ്ങ് വരണം. സ്തോത്രം. നമ്മളും എല്ലാം അങ്ങനെ ആന്നേ. സ്തോത്രം. നാളെയൊക്കെ എടുത്തോ, മറ്റന്നാളും എടുത്തോ. ഇനി ഒത്തിരി വർക്കും ദൈവം തരട്ടെ. എല്ലാറ്റിലുപരി നിത്യതയെ കാണണം. യേശു രക്ഷിതാവാ. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കിയിട്ടിട്ടുണ്ട്. ധൈര്യത്തോടെ അടുത്തു വാ. 2, ആമൻ, പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നു. സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തം ഉള്ളത് കൊണ്ട് അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, ധൈര്യത്തോടെ അടുത്തു വാ. 3, അടുത്തു വരാൻ ആഹ്വാനം കൊടുക്കുമ്പോൾ പറയുക, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഒരു പക്ഷേ ഇവിടെ ആരും നമ്മുടെ പക്ഷം പിടിക്കാനില്ല. ഇവിടെ നമുക്ക് പാരയും തോർപ്പിടയും ഒക്കെ ആയിരിക്കും വെക്കുന്നത്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, നിരാശപ്പെട്ടു പോകരുത്. എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ, പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇവരെ വിളിക്കുന്നത്. 1, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. 2, പരിശുദ്ധ രക്തമുണ്ട്. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് അറച്ചും മടിച്ചും അകന്ന് നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ.
ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അടുത്ത് വരുമ്പം രണ്ട് വിധത്തിലെ ശുദ്ധീകരണം നടക്കണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, രണ്ട് ബാഹ്യ ശുദ്ധീകരണം. അത് രണ്ടും ആ വാക്യത്തിലുണ്ട്, എടുത്ത് വായിപ്പിക്കുന്നില്ല. ആന്തരിക ശുദ്ധീകരണത്തിൻ്റെ വാക്യം അവിടെ ഒരു പദമുണ്ട്, ഹൃദയങ്ങൾ തളിക്കപ്പെടുക. അത് ആന്തരിക ശുദ്ധീകരണമാണ്. ഹൃദയം നിർമ്മലീകരിക്കപ്പെടുക, ശുദ്ധീകരിക്കുക. അപ്പൊ ആന്തരിക ശുദ്ധീകരണം, ഹൃദയം ഇത്രയും വലിപ്പമുള്ള ഏതാണ്ട് 650 700 ഉണ്ടോ? 700 ഗ്രാം. സയൻസ് അങ്ങനാ പറയുന്നത്. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ 5.5 കിലോ ഉണ്ടെന്നും പറഞ്ഞ എൻ്റെ ഹൃദയത്തിന് ഉടക്കൊന്നും ഉണ്ടാക്കണ്ടിനി അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ഇതിനകത്ത് എന്തെല്ലാം സാധനം ഉണ്ടെന്നറിയാമോ? ദുശ്ചിന്തയും പകയും പിണക്കവും കോപവും ക്രോധവും ഈർഷ്യയും ജാരശങ്കയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതിനകം നന്നാകണം. ഇതിനകം നന്നാകണം. പാട്ടും പ്രാർത്ഥനയും നാമജപമായിട്ട് മാത്രം നടന്നാൽ പോരാ. ബാങ്ക് വിളിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇതിനകം നന്നാകണം. യെരുശലേമിൽ പോയത് കൊണ്ടോ, മക്കയെ പോയത് കൊണ്ടോ, മലയ്ക്ക് പോയത് കൊണ്ടോ, ഇതിനകം നന്നാകണം. ഹൃദയം നന്നാകണം. ഇതെല്ലാറ്റിനേക്കാളും കപടമുള്ളതാ. ആ ഹൃദയം നന്നാകണമെങ്കിൽ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. ഇതിനകത്തുള്ള മലിനതയെല്ലാം മാറണം. അല്ല, ആന്തരിക ശുദ്ധീകരണം. രണ്ട്, ബാഹ്യ ശുദ്ധീകരണം. ആ ബാഹ്യ ശുദ്ധീകരണമാണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക. ആ ശുദ്ധവെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത ദൈവത്തിന്റെ വചനം. ആ നിർമ്മല വചനം കൊണ്ട് ബാഹ്യ ശുദ്ധീകരണം. ഈ രണ്ട് ശുദ്ധീകരണവും ദൈവം ഇഷ്ടപ്പെടുന്നു. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണം. വിവരിക്കുന്നില്ല, അടുത്ത ദിവസങ്ങളിൽ അത് അവർ വിവരിക്കും. ഇന്ന് രാത്രി നമ്മെ ഒന്ന് സമർപ്പിക്കാം. ധൈര്യത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വാ. ഞാൻ മുമ്പേ പറഞ്ഞ പദം ഒന്നുകൂടെ പറയാം. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയും. അവിടെ പല്ലുകടി, കരച്ചില്, പിന്നെ പ്രാക്കും അലപ്പും ഒക്കെയാ. അങ്ങോട്ട് പോകരുത്, സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ പൈസ ഒന്നും കൊടുക്കണ്ട, യേശുവിന് ഹൃദയം കൊടുക്കുക, രക്ഷിക്കപ്പെടുക. രണ്ട്, മുമ്പേ ഓർപ്പിച്ചു, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, യേശുനാമത്തിൽ മുങ്ങിയേച്ച് പമ്മി നടക്കരുത്. ഈ കർത്താവ് പറഞ്ഞ ഉപദേശമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുങ്ങണം. അടുത്തത് ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം. 4, വേർപാട് പാലിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഉണ്ടായിരിക്കണം, തിരുമേശി കിടക്കണം, പ്രാർത്ഥന കഴിക്കണം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങണം. യേശു വീണ്ടും വരും. ഒരിക്കൽ വന്നു. എന്തിന്? മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കാൻ. പരിഹരിച്ചു. അത് ആ ക്രൂശിൽ കടന്ന് പറഞ്ഞത് നിവൃത്തിയായി. അത് പ്രാപിക്കണമെങ്കിൽ നീ വിശ്വസിച്ച് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. അങ്ങനെ വിശ്വസിച്ച് ഇനി കൂട്ടമാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അതാണ് സഭ. ആ സഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. കർത്തൃദാസൻ എന്നോട് പറഞ്ഞ് 9:30 നിർത്തണം. 9:30 ആകാൻ 2 മിനിറ്റ് കൊണ്ടുണ്ട്. കൈയോടെ പിടിച്ചു. ആമെ കേൾക്കപ്പെട്ട എൻ്റെ ചില്ലില്ലായിരുന്നോ? അതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി നമ്മെ ഒന്ന് സമർപ്പിച്ചേ. യേശുവേ, എന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ കുടുംബസേട്ടത് നോക്കരുത്, നീ ആ സ്വർഗത്തിൽ പോകുകയല്ല. അച്ഛനുണ്ട്, കപ്പിയാരുണ്ട്, മെത്രാനുണ്ട്, ചെമ്മാച്ചനുണ്ട്, കന്യാസ്ത്രീയുണ്ട്, കുരിശുമൂട്ടിലെയാ, കുന്നേലയാ, അവിടുത്തെ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കയ്യപ്രകാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ചെമ്മാച്ചൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്, തിരുമേനി ഞങ്ങളുടെ ഉപ്പാപ്പൻ, അതൊക്കെ നല്ലത്, ഞാൻ എതിർക്കുന്നില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് ഗോള് പണിയാൻ 5 സെന്റ് സ്ഥലം കൊടുത്തത് കൊണ്ടോ, കുരിശും തൊട്ടിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, പള്ളിയുടെ സൈഡിൽ പള്ളിത്തക്കേതിലാണ് ഞങ്ങളുടെ വീട്. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. അതിന് ഇന്ന് രാത്രി ദൈവം നിന്നോട് ശാന്തമായ ദൂത് പറയുക. നിന്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുക. ഇന്ന് രാത്രി ഹൃദയവാതിൽ തുറന്നു കൊടുക്ക്. യേശു ഉള്ളത്തിൽ വരട്ടെ. യേശു ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല, മുഴുവൻ
ലോകത്തിന്റെ ദൈവമാ. ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നല്ല അന്ത്യം പ്രാപിക്കുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചും ഓർപ്പിച്ചും എന്നെ ശുശ്രൂഷ ക്ഷണിച്ച കർത്തദാസനും ദൈവസഭയ്ക്കും വിശേഷിച്ച് കർത്തദാസിക്കും കുടുംബത്തിനുമെല്ലാം നന്ദി വീണ്ടും ചൊല്ലുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ആ പഴയ പാട്ടിന്റെ 2 വരി നമുക്ക് പാടി അങ്ങ് പിരിയാ. ഇന്ന് ഇച്ചിരി താമസിച്ചെന്നറിയാം, മഴയും പ്രയാസമൊക്കെ ആയിരുന്നല്ലോ. നിങ്ങളെ വായു എല്ലാം സിപ്പുമെല്ലാം ഇട്ട് വെച്ച് ഈ പാട്ടൂടെ കഴിഞ്ഞേച്ച് പോയാൽ മതി. 2 ശീലി പാട്ട് പാടി ആമേൻ ദൈവത്തെ. നമ്മുടെ പഴയ ആളാ, കാരണം ഞങ്ങളൊരു 33 കൊല്ലം മുമ്പേ പരിചയമാണ്. അതൊക്കെ വാഗ്ദാനത്ത് വെച്ചുള്ള പരിചയമാണ്. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു മാന്യ സഹോദരിയാ. എല്ലാവരും 2 ശീലി പാട്ട് പാടി കൈകളടിച്ച് ചേർന്ന് പാടാം. എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾ ഇറങ്ങിപ്പോകും. ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അപ്പം ഇറങ്ങിപ്പോകുന്നവരെ പിന്നെ എനിക്ക് കാണുകയും ചെയ്യാം. 2 ശീലി പാട്ട് പാടിയാൽ മതി. ആമേൻ സ്തോത്രം. സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേകിടുമേ. ആമേൻ സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്ക്. കൈയടിച്ച് ചേർന്ന് ഓ നിന്താരും ജീവ പുസ്തകത്തിൽ ഉണ്മയാൽ എഴുതിടുമേ. വരുമി ഈ നല്ല സമയം വൃഥാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുമി ഈ നല്ല സമയം. കൈയടിച്ച് ചേർന്ന് പാടുവാക്കാതെ ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ തീരാത്ത പാപ വ്യാധിയോ മാറാത്ത എല്ലാ ബലഹീനമോ ആമേൻ. തീരാത്ത പാപ വ്യാധിയോ മാറാത്ത എല്ലാ ബലഹീനമോ ഒരേ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി താൻ അടിപ്പിണരാരുമി. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുമി ഈ നല്ല സമയം വൃഥാവാക്കാതെ ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുമി ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം.